എല്ലാവർക്കും നമസ്കാരം. ചേലക്കര പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംവാദ സദസ്സ് നടക്കുകയാണ്. തദ്ദേശം 2025 വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന തദ്ദേശം 2025 എന്ന് പറയുന്ന ഈ ടോക്ക് ഷോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഈ എപ്പിസോഡിൽ പാഞ്ഞാൾ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആളുകളോട് പങ്കെടുക്കുന്നത്. ഇവിടെ നമ്മളുടെ പാഞ്ഞാൾ പഞ്ചായത്തിലെ LDF, UDF, NDA കക്ഷികളിൽപ്പെട്ട 3 പ്രതിനിധികളുണ്ട്. അവരുടെ പ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. എല്ലാവരും ചേർന്ന് വളരെ സൗഹാർദ്ദപൂർണ്ണമായി വളരെ ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമായി ചോദ്യങ്ങൾ തുടങ്ങാം. വളരെ കൃത്യനിഷ്ഠയോടുകൂടി കൃത്യമായി ഉത്തരം പറഞ്ഞുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് തുടക്കത്തിൽ തന്നെ LDF പ്രതിനിധിയോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ 5 വർഷം പാഞ്ഞാൾ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് LDF ആണ്. അതുകൊണ്ട് LDFന് എന്താണ് കഴിഞ്ഞ 5 വർഷം പാഞ്ഞാൾ പഞ്ചായത്തിൽ ചെയ്ത പ്രൊജക്റ്റുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് പാഞ്ഞാൾ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവർ ചെയ്തത്, എന്തെല്ലാം ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റുകൾ ചെയ്തു, എന്തെല്ലാം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു, എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതിനെയൊക്കെ പറ്റി സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം പറയാനുള്ള അവസരമാണ് ആദ്യമായി നൽകുന്നത്. ഏവർക്കും നമസ്കാരം. നമ്മളിതൊരു ജനാധിപത്യത്തിൻ്റെ ഭംഗി അതിൻ്റെ സംവാദങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ആശയപരമായ വിഭിന്നതകളിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ആരധികം ശബ്ദമുയർത്തി അല്ലെങ്കിൽ ആർക്ക് അധികം കയ്യടി കിട്ടിയെന്നല്ല, മറിച്ച് വാദത്തിൻ്റെ കാതലിന് ഗുണകരമായ ഒരു ചർച്ചയാവുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങുന്നു. കാരണം നമ്മുടെ പാലക്കാട് പോലുള്ള അനുഭവങ്ങളൊക്കെ ജനാധിപത്യ ചർച്ചകളെ പലപ്പോഴും അങ്ങനെയാണ് കാണിക്കുക. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്ദീപ് കോന്നനാത്ത്, അവിടുത്തെ 2ാം വാർഡിൻ്റെ നിലവിലെ മെമ്പറാണ്, LDFൻ്റെ പ്രതിനിധിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് നടത്തിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംവദിക്കാൻ കിട്ടിയ ഒരു വേദിയെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ നടന്ന തൃശ്ശൂർ ജില്ലാ കളക്ടർ നൽകിയ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും അധികം തൃശ്ശൂർ ജില്ലയിലെ 86 പഞ്ചായത്തുകളിൽ വെച്ച് 3ാം സ്ഥാനം നേടിയ പഞ്ചായത്തിനുള്ള അവാർഡ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് 350 ഭവനങ്ങൾ ഈ ഭരണസമിതിയുടെ കാലത്ത് നൽകിക്കൊണ്ട് 120 ആളുകൾക്ക് എഗ്രിമെൻ്റ് വെച്ച് ആകെയുള്ള 640 ആളുകളിൽ വീടില്ലാത്ത ഇനി 60ഓളം ആളുകൾ മാത്രമാണ് ബാക്കി വരിക. അവർക്ക് നബാർഡ് നമ്മൾ ഇപ്പോൾ വരുന്ന ഹഡ്കോൻ്റെ വായ്പ കൂടി ലഭിക്കുന്ന ഘട്ടത്തിൽ ഭവനം നൽകുന്നതിൻ്റെ അംഗീകാരം ലഭിച്ചു നിൽക്കുന്ന ഒരു അവസരമാണ്. അംഗീകാരങ്ങളുടെ കാര്യം പറയുമ്പോൾ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ തൊഴിലുറപ്പ് പദ്ധതി 2 വർഷം 2022, 23, 24 2 വർഷവും സ്വരാജ് ട്രോഫി നേടിയ തൃശ്ശൂർ ജില്ലയിലെ പഞ്ചായത്തുകളിലൊന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പഞ്ചായത്താണ്. ആ അംഗീകാരം നേടുന്നതിലും 1286 ആളുകൾക്ക് 100 ദിനം നമ്മുടെ പഞ്ചായത്തിൽ തൊഴിൽ നൽകിക്കൊണ്ടാണ്. അത് മറ്റ് പഞ്ചായത്തുകളിലെ തൊഴിലാളികളുടെ അനുപാതവുമായി നോക്കിയാൽ നമ്മളുടെ പേഴ്സൻറ്റേജ് ഓഫ് നമ്മൾ ലഭിച്ചത് വളരെ അധികമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഒരു ഭരണ സംവിധാനത്തിൻ്റെ മികവ് എവിടെയാണെന്ന് ചോദിച്ചാൽ കയ്യടി കിട്ടുന്ന പദ്ധതികളിൽ മാത്രമല്ല, എങ്ങനെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനം. ലഭിക്കുന്ന പദ്ധതി തുകകളെ എങ്ങനെ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷവും ആസൂത്രണ സമിതി നൽകുന്ന അംഗീകാരം കിട്ടിയ സംസ്ഥാനത്തിലെ 5ാം സ്ഥാനവും തൃശ്ശൂർ ജില്ലയിലെ നമ്മൾ 1ാം സ്ഥാനവും 2 വർഷവും ഈ 5 വർഷവും 100% പദ്ധതി വിഹിതം നമ്മൾ ചെലവഴിച്ച ഒരു പഞ്ചായത്ത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ആണ് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗവേണൻസ് എങ്ങനെ നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മറ്റു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓട്ടിസം സെൻറ്റർ ഈ കാലയളവിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. 1 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ബഡ്സ് സ്കൂൾ നമ്മൾ ഈ മേഖലയിൽ ഇപ്പോൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ ആരംഭിച്ചു. അടുത്ത വർഷത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ ഒരു ലോക്കൽ ബോഡി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ നാം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ലഭിക്കാവുന്ന ഫണ്ടുകളെ എല്ലാ മേഖലകളിൽ നിന്നും, അത് സംസ്ഥാനമായിക്കോട്ടെ കേന്ദ്രമായിക്കോട്ടെ, ഏതെല്ലാം സോഴ്സുകളെ നമുക്കിവിടേക്ക് പൂൾ ചെയ്യാൻ കഴിയും ആ സോഴ്സുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ മൊത്തം നോക്കിയാൽ 120 കോടി രൂപയുടെ പദ്ധതികളെ തരംതിരിച്ച് വികസന രേഖയാക്കി പാഞ്ഞാൾ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും കണക്ക് സഹിതം എത്തിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ്
നമ്മുടെ വിദ്യാലയങ്ങൾ സ്മാർട്ടായി മാറിയതും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, തൊഴിൽപ്പാടത്തെ ആണെങ്കിലും കീഴത്തെ ആണെങ്കിലും പാഞ്ഞാളിലെ ആണെങ്കിലും പൈങ്കുളത്തെ ആണെങ്കിലും വിദ്യാലയങ്ങളിൽ വന്ന മാറ്റം സംസ്ഥാനത്തിൽ നമ്മുടെ MLA MP രാധേട്ടനും അല്ലെങ്കിൽ പ്രദീപേട്ടനും ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണെങ്കിലും പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ വിദ്യാലയങ്ങളിൽ വന്ന മാറ്റം, നിങ്ങൾ രാഷ്ട്രീയ അതിരുകൾ ഉണ്ടെങ്കിലും ഇതിനെ ഈ കഴിഞ്ഞ 5 വർഷം വന്ന ചേഞ്ചിനെ നമ്മൾ നോക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് എങ്ങനെയാണ് ഇടപെട്ട് ഏറെക്കുറെ 18 കോടി രൂപയോളം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം വിവിധ ഫണ്ടുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൈങ്കുളം സ്കൂളിൽ ഇപ്പോൾ ബസ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റ് 6 കോടി രൂപയാണ് ഇപ്പോൾ പാഞ്ഞാൾ സ്കൂളിൽ ഈ 5 വർഷത്തിനകത്ത് നമുക്ക് ഫണ്ടായി വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് റോഡുകളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു റോഡിനെ നിങ്ങൾ ചോദ്യശരത്തിൽ വെച്ചിട്ടുണ്ടാവുമെന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ടെങ്കിലും അതിനകത്ത് ഫണ്ട് നമ്മൾ വകയിരുത്തി ഇപ്പം 4.5 കോടി രൂപ പാഞ്ഞാൾ മണലാട് റോഡിന് വകയിരുത്തി നടന്നില്ല എന്ന ചോദ്യം വരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ പൈങ്കുളത്ത് നിന്ന് കിള്ളിമംഗലത്തേക്കുള്ള റോഡിൻ്റെ BMBC നിർവ്വഹണത്തിലുള്ളതാണെങ്കിലും തൊഴുപ്പാടം പൈങ്കുളം റോഡാണെങ്കിലും തൊഴുപ്പാടം പരക്കാട് റോഡാണെങ്കിലും ഈ കാലയളവിൽ നടത്താൻ കഴിയുന്ന ഫണ്ടുകളെ ഈ മേഖലയിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു ജാഗ്രതയും ശ്രദ്ധയും പ്രതലവും ഒരുക്കാൻ പാഞ്ഞാൾ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖല നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കിള്ളിമംഗലത്ത് നമ്മുടെ ആശുപത്രിയിൽ ലാബ് സൗകര്യം ആരംഭിച്ചത് ഈ ഭരണസമിതി വന്ന കാലയളവിലാണ്. ലാബ് പാവപ്പെട്ടവന് മിതമായ നിരക്കിൽ നൽകുന്ന രീതിയിൽ പാലിയേറ്റീവ് മേഖലയിൽ കഴിഞ്ഞ 5 വർഷം 2015-20 വർഷത്തിൽ വെച്ച തുകയുടെ ഇരട്ടിയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് മേഖലയിൽ 66 ലക്ഷം രൂപയാണ് ആ മേഖലയ്ക്ക് മാത്രം നമ്മൾ നൽകിയത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് 63 കുടുംബങ്ങളെയാണ് നമ്മൾ ഇനീഷ്യൽ സ്ക്രീനിങ് നടത്തിയത്. അതിൽ നിന്ന് ഫൈനൽ സ്ക്രീനിങ്ങിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഉള്ള വാർഡ് തല ഗ്രൂപ്പുകളിൽ നിന്ന് സ്ക്രീൻ ചെയ്ത 17 ആളുകളിൽ അതിൽ മരുന്ന് വാങ്ങുന്ന ആളുകൾ ഉൾപ്പെടെ ഡയാലിസിസ് പേഷ്യൻ്റ് ഉൾപ്പെടെയുള്ളവർക്ക് അവരേത് മരുന്നാണോ കഴിക്കുന്നത് ആ കമ്പനി വ്യത്യാസം പോലും ഇല്ലാതെ അതിനുള്ള ഫണ്ട് പോലും നമ്മൾ 7 കുടുംബങ്ങൾക്ക് നമ്മൾ ആ രീതിയിൽ നൽകുന്നുണ്ട്. ഞാനിത് സൂചിപ്പിച്ചു പോകുന്നത് കിള്ളിമംഗലം ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് 66 ലക്ഷം രൂപ ഈ കാലയളവിൽ നമ്മൾ പഞ്ചായത്ത് വിഹിതം മറ്റു വിഹിതം എന്ന നിലക്ക്, അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ നബാർഡിൻ്റെ കാർഷിക മേഖലയിൽ സ്പ്രിംഗ് ഷെഡ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തൊഴുപ്പാടത്ത് ഉദ്ഘാടനം കഴിഞ്ഞത്. നമ്മളിപ്പോൾ സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മുടെ വാർഷിക പദ്ധതിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദ ആശുപത്രി പൈങ്കുളത്തെ NABHൻ്റെ അക്രഡേഷൻ നേടി നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് 12 ആശുപത്രികൾ തിരഞ്ഞെടുത്തപ്പോൾ അവിടെ നമ്മൾ ഫിസിയോതെറാപ്പി ആണെങ്കിലും യോഗ സെൻ്റർ ആണെങ്കിലും ഈ രീതിയിലുള്ള നവീകരണത്തിന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ പാഞ്ഞാൾ പഞ്ചായത്തിൻ്റെ ISO സർട്ടിഫൈഡ് ആയത് ഈ കാലയളവിലാണ്. ഏറെക്കുറെ 15 കോടി രൂപയോളം ഒരു വാർഷികം ക്രയവിക്രയം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുതാര്യത ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ പോകുന്ന പ്രോസസ്സ്. അത് നമ്മൾ ഉറപ്പുവരുത്താൻ കഴിഞ്ഞത് സ്വയം തൊഴിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നാം കൊടുത്ത പണം കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള MCF നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. 40 മിനി MCFകൾ നമ്മൾ ആരംഭിച്ചു. വാഹനം ഇതിനുള്ളത് ആരംഭിച്ചു. വലിയ പ്രക്ഷോഭം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മാലിന്യ സംസ്കരണം ഏറ്റെടുക്കാൻ തൃശ്ശൂർ ജില്ലയിലെ പൈലറ്റ് എന്ന നിലക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചൊരു പഞ്ചായത്ത് പാഞ്ഞാളായിരുന്നു. ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളെന്ന് ഞാൻ എടുത്ത് പരിശോധിച്ചാൽ മറ്റ് ചർച്ചകൾക്കിടയിൽ മറ്റു വിഷയങ്ങളെ കൂടി കൂട്ടി പറയാമെന്നുള്ളത് കൊണ്ടാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം 16 മെമ്പർമാരോടും യാതൊരുവിധ പക്ഷപാതവും കാണിക്കാതെ, ഞാൻ അതിനൊരു ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് കോൺഗ്രസിൻ്റെയോ BJPയുടെയോ ഒരു പ്രതിനിധിയുടെ ഒരു വിയോജന കുറിപ്പ് പോലും ഇല്ലാതെ ഭരണസമിതി 5 വർഷം പൂർത്തീകരിച്ച് ഈ ഒരു സംവാദത്തിലെത്തി നിൽക്കുമ്പോൾ ഇനി വരുന്ന വിവാദങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളെ മനസ്സിരുത്തിയാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും 5 വർഷം ആ കോമ്പൗണ്ടിലേക്ക് അഴിമതിയുടെ ഒരു കാര്യം പറഞ്ഞോ അല്ലെങ്കിൽ ഒരു കെടുകാര്യസ്ഥതയുടെ കാര്യം പറഞ്ഞോ ഒരു ചെറു പ്രകടനം പോലും നടത്താൻ അവസരമില്ലാത്ത വിധത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെ ഗംഭീരമായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു വിയോജനക്കുറിപ്പ് പോലും ഇല്ലാത്ത 5 വർഷം പൂർത്തീകരിച്ചു എന്നാണ് LDF പ്രതിനിധിയോട് പറഞ്ഞത്. അടുത്തത് UDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. UDF പ്രതിനിധിക്ക് സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം ഇതിന് മറുപടിയോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എൻ്റെ പേര് അഖിലാഷ്. ഞാൻ നിലവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ ഒരു വോട്ടറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ വഴിവെക്കിൽ എത്തി നിൽക്കുകയാണ്, തൊട്ട് മുന്നിൽ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ വസന്തം പൂത്തുലയാൻ പോകുന്ന നാളുകളാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും ഒക്കെയുള്ള മറുപടിയായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വിധി എഴുതുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് LDFൻ്റെ പ്രതിനിധി
ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ഒരുപാട് വാചാലമായി ഇവിടെ സംസാരിച്ചു. നമുക്കറിയാം, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അവൻ്റെ പാർപ്പിടവും അതുപോലെ തന്നെ അവൻ്റെ സഞ്ചാരവുമാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തേക്ക് കിടക്കുന്ന റോഡുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. മണലാടിയിൽ നിന്നും പാഞ്ഞാളിലേക്ക് കിടക്കുന്ന വെട്ടിക്കാട്ട് വരെയുള്ള റോഡ്, അതുപോലെ തന്നെ നമുക്കറിയാം തൊഴുപ്പാടം റോഡ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ജൽജീവൻ്റെ പേരിൽ പൊളിച്ചിട്ട റോഡുകൾ പുനരുദ്ധാരണം ചെയ്യുന്നതിനുള്ള എഗ്രിമെൻ്റ് തയ്യാറാക്കിയെങ്കിലും അത് പൂർത്തീകരിക്കാനുള്ള യാതൊരുവിധ നടപടിയും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയെ സംസ്കരിക്കുന്നതിന് വേണ്ടി മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ UDF-ൻ്റെ ഭരണസമിതിയുള്ള കാലത്ത് പൈങ്കുളത്ത് ഒരു പൊതുശ്മശാനം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിവെച്ചപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരികയും LDF-ൻ്റെ ഭരണസമിതി അധികാരത്തിലെത്തുകയും ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ 5 കൊല്ലം ആ പൊതുശ്മശാനം അത് പൂർത്തീകരിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും ചെയ്യാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏറെ കടുത്ത അനാസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ലൈഫ് മിഷൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത് 562 പേരുടെ പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ 300 പേരെ എഗ്രിമെൻ്റ് വെക്കാനും അതിൽ 120 പേർക്ക് മാത്രമാണ് കംപ്ലീഷൻ ചെയ്ത് പണം നൽകാനും സാധിച്ചിട്ടുള്ളത്. പിന്നെ PMAY 143 വീടുകളുടെ ലിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ 143-ൽ 90 എണ്ണം എഗ്രിമെൻ്റ് വെക്കാനും 45 എണ്ണത്തിന് മാത്രം ആദ്യ ഗഡുവായിട്ടുള്ള 40,000 കൊടുക്കാൻ മാത്രമേ ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഏറ്റവും കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. നമുക്കറിയാം, പലരും വീട് പൊളിച്ച് ഇവരുടെ എല്ലാം പഞ്ചായത്തിൻ്റെ ഉറപ്പിൻ്റെ മേൽ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ വീട് പണിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചിലർ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സംസ്ഥാനം ഇപ്പോൾ അതിദാരിദ്ര്യ മുക്തമാണല്ലോ. അതിദാരിദ്ര്യ മുക്തമായതിൻ്റെ പേരിൽ ലഡു വിതരണം ചെയ്ത LDF-ൻ്റെ പ്രതിനിധികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലും 20ഓളം വരുന്ന അതിദാരിദ്ര്യരെ കണ്ടുപിടിച്ച് കഴിയാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ മാനദണ്ഡം സംസ്ഥാന സർക്കാർ മാറ്റിയതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അത്തരത്തിലൊക്കെ അതിദാരിദ്ര്യം ഈ സംസ്ഥാനത്ത് മാറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഈ ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യമില്ല, ഈ സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൂടി ഇല്ലാതാക്കാനാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും സംസ്ഥാന സർക്കാരും കഴിഞ്ഞ കാലം പ്രവർത്തനങ്ങൾ നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക പ്രസിഡന്റാണ്. യുവാക്കളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 5 കൊല്ലം ഈ ഗ്രാമപഞ്ചായത്തിലെ യുവജന ക്ലബ്ബുകൾക്ക് ഒരു സ്പോർട്സ് കിറ്റ് പോലും വിതരണം ചെയ്യാൻ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കേരളോത്സവത്തിൻ്റെ നടത്തിപ്പിൽ വലിയ രീതിയിലുള്ള അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. UDF-ൻ്റെ ഭരണസമിതി ഭരിക്കുന്ന കാലത്ത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഇവിടുത്തെ യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ കേരളോത്സവം അതിഗംഭീരമായി നടത്താനും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ UDF ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചേലക്കരയിലെയും ഷൊർണൂരിലെയും ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ് വെട്ടിക്കാട്ടിരി പാഞ്ഞാൽ റോഡ്. മണലാടി തൊട്ട് വെട്ടിക്കാട്ടിരി വരെയുള്ള റോഡ്. ആ റോഡിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാകും. ആ റോഡിലൂടെ ഇന്ന് ആകെ കാളവണ്ടിക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുക. ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ കാളവണ്ടി യാത്രയാണ് കാണുന്നത്. ഈ തേന്മാവിൻ കൊമ്പത്ത് സിനിമയിലെ പോലെ ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലൂടെ കാളവണ്ടി മാത്രം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഭരണസമിതി അതിനെത്തിച്ചു. PWD വകുപ്പിന് അത് കൈമാറിയിട്ട് ടെൻഡർ കൊടുത്തിട്ടൊക്കെ കാലങ്ങളായി. അതിൽ യാതൊരുവിധ ഒരു നീക്കുപോക്ക് ചെയ്യാനും ഇവിടുത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. എത്രയോ അപകടങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കളടക്കം അവിടെ വീണ് കൈയൊടിയുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡ് പോലും നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ഇവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജൽജീവൻ്റെ പേരിൽ പൊളിച്ചു കിടക്കുന്ന റോഡുകൾ, ഒരു വിയോജനക്കുറിപ്പ് പോലും നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയേണ്ടത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഭരണസമിതി, ഇവരുടെ ഭരണസമിതിയിൽ ഞങ്ങളുടെ 4 മെമ്പർമാരാണുള്ളത്. അവർ കൃത്യമായി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ നടത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഈ റോഡിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലൈഫിൻ്റെ വിഷയത്തിലൊക്കെ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ലൈഫ് മിഷൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന പദ്ധതിയിൽ അനർഹരെ തിരികെ കയറ്റിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്വജനപക്ഷപാതം അവിടെ നടന്നിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് NDA പ്രതിനിധിയിലേക്ക് പോകാവുന്നതാണ്. NDA പ്രതിനിധിക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയാനുള്ളതെന്ന് കേൾക്കാം. ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുക, അതിനുശേഷം പറയാം. നമസ്കാരം, എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ
BJPയുടെ OBC നോർത്ത് ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ 2-ാം വാർഡ് ഒരു തവണ മെമ്പറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൂർത്തീകരിക്കാതെ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സജീവമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട്. നാട്ടിലൊരു സ്ഥാപനം നടത്തി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ നിലവിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. LDF ഭരിക്കുമ്പോൾ സ്വാഭാവികമായും LDFൻ്റെ ജനപ്രതിനിധിയും ഭരണസമിതി അംഗവുമായിട്ടുള്ള ആൾ അവരുടെ ഭരണത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ പുകഴ്ത്തി തന്നെയാണ് സംസാരിക്കുക. പക്ഷേ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം വെള്ളം, വെളിച്ചം, പാർപ്പിടം എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സമഭാവനയോടുകൂടി അവരെ കൂടി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സഹായിച്ചുകൊണ്ട് അവരെയും മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. ആ തരത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ വളരെ മോശം എന്നുള്ള രീതിയിലേ പറയാൻ കഴിയും. ഇവിടെ വികസനം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാദേശികമായ ചില വാർഡുകളിൽ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ BJPയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വാർഡിലേക്ക് മാത്രം പ്രത്യേക വികസനങ്ങൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷം ഇപ്പോൾ വാർഡ് വിഭജനം വന്നപ്പോൾ മറ്റ് വാർഡുകളിൽ നിന്നും അതുപോലെ തന്നെ LDFൻ്റെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും ഈ തരത്തിലുള്ള വലിയ പ്രതിഷേധം നിലവിലുണ്ട്. അല്ലാതെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ ഭാഗങ്ങളിലേക്കും വികസനം എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ ഒരിക്കലും നടന്നിട്ടില്ല. നമുക്ക് ഈ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ സമീപ വാർഡുകളിലുമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ UDFൻ്റെ പ്രതിനിധിയും പറഞ്ഞു, ഇവിടെ സംസാരിച്ച ആളും പറഞ്ഞു, അതിദാരിദ്ര്യം ഈ നമ്മുടെ കേരളത്തിലില്ല എന്നുള്ള ഒരു തരത്തിൽ ഇവിടെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഈ പാഞ്ഞാൾ പഞ്ചായത്തിലെ മറ്റ് എല്ലാ വാർഡുകളിലും 16 വാർഡുകളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ പൊളിഞ്ഞ വീടുകളും വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ജീവിക്കുന്ന ജീവിതാവസ്ഥയും കാണാൻ കഴിയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലൈഫ് മിഷൻ്റെ കാര്യം. ലൈഫ് മിഷനിൽ തൃശ്ശൂർ ജില്ലയിൽ 3-ാം സ്ഥാനം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനാണ് ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തത് എന്നാണ് പറയുന്നത്. ലൈഫ് മിഷനിൽ വീടുകൾ അനുവദിച്ചാൽ മാത്രം പോരാ, അവർക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് ആ വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള അവസ്ഥയാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്ക് എല്ലും കഷ്ണം കൊടുക്കുന്നത് പോലെ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ പ്രചരിപ്പിക്കുന്നൊരു കാര്യം, ലൈഫ് മിഷനിൽ ഇത്ര വീടുകൾ കൊടുത്തു, നിങ്ങൾക്ക് വേഗം എഗ്രിമെൻറ്റ് വെച്ചോളൂ, ഇപ്പോൾ വേഗം പൈസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പ്രലോഭിപ്പിക്കുകയാണ്. സത്യത്തിൽ 1-2 ഗഡു കിട്ടി. ആ തരത്തിൽ ലൈഫ് മിഷനിൽ പൂർത്തീകരിച്ച വീടുകൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ PMAYയിൽ 375 വീടുകളാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ലിസ്റ്റിൽ അനുവദിച്ച് കിടക്കുന്നത്. അതിൽ ഒരു 99% ആളുകളും PMAYയിൽ എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഇതുവരെ 1 ഗഡു അല്ലെങ്കിൽ 2 ഗഡു എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ PMAY പദ്ധതിയിൽ നിങ്ങൾക്ക് വീട് കിട്ടില്ല എന്ന് LDFൻ്റെയും അതുപോലെ തന്നെയുള്ള ഇവിടുത്തെ UDFൻ്റെയും പ്രതിനിധികൾ തെറ്റായ ഒരു പ്രചരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളെ ആശ്രയിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും ആ തരത്തിലൊക്കെ വീടുകൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അവർക്ക് ഫണ്ട് അനുവദിച്ച് വന്നപ്പോൾ ഈ പറയുന്ന ആളുകൾ നേരെ തിരിച്ച് പറയുകയാണ്, ഇത് എങ്ങനെ വന്നു, എങ്ങനെ സംഭവിച്ചു. ആ തരത്തിലുള്ള ആളുകൾക്ക് വളരെ വലിയ വിഷമമാണ് ഈ തരത്തിലുണ്ടാക്കിയത്. കാരണം അവർക്ക് കുറച്ച് ദിവസം കൂടി ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ട് അനുവദിക്കും, ലൈഫ് മിഷനിൽ കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം PMAY ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും കിട്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട് കയറ്റണമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോളൂ, അതാണ് നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആ തരത്തിലുള്ള ആളുകൾ ബാങ്കിൽ നിന്ന് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഇപ്പോൾ അവർക്ക് അനുവദിച്ച് വന്നപ്പോൾ ഈ തരത്തിലുള്ള ആളുകൾ ബുദ്ധിമുട്ടിയിട്ടാണ്. ഞാൻ കൂടുതൽ പറയാൻ വിശദീകരിക്കുകയല്ല, എന്നാലും തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറയാം. തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ പരിതാപകരമായ രീതിയിലാണ് ഇപ്പോൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്.
തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ നമുക്കെല്ലാവർക്കും സമീപകാലത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ക്രമക്കേട് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പിടിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ തരത്തിലെ ഫണ്ടുകളും പ്രൊജക്റ്റുകളും ഇപ്പോൾ ഹോൾഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇപ്പോൾ ഈ തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതികളിൽ തൊഴിൽ അവസരങ്ങളില്ലാതിരിക്കുന്നത്. അതുപോലെ തന്നെ വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വാർഡ് തലത്തിൽ നടത്തി, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ശുചിത്വ മിഷൻ്റെ ഒരു കാര്യം പറയാം. അതുപോലെ ജലജീവൻ മിഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളായിരുന്നു ജലജീവൻ മിഷൻ. ഇത് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ അതിന് പദ്ധതി വിഹിതങ്ങൾ വെച്ചുകൊണ്ട് പൂർത്തീകരിക്കേണ്ടതിന് പകരം വളരെ ശോചനീയമായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വിഹിതങ്ങൾ മാത്രം വാങ്ങി അതിൻ്റെ വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തു. പക്ഷേ അതിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് UDF പ്രതിനിധിയും NDA പ്രതിനിധിയും ഇവിടെ ആരോപിച്ചത്. നമുക്ക് ഇവിടെ സദസ്സിലിരിക്കുന്ന ആളുകളിലേക്ക് പോയതിന് ശേഷം പിന്നീട് തിരിച്ച് LDF പ്രതിനിധിയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ആദ്യം UDFിലെ അംഗങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ഈ ചർച്ച വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയാണ് UDF. പാഞ്ഞാൽ പഞ്ചായത്ത് 5 വർഷക്കാലം എൻ്റെ പ്രിയപ്പെട്ട LDFിൻ്റെ പ്രതിനിധി ഇവിടെ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴയായി തന്നെ ഇവിടെ പറയുകയുണ്ടായി. 1-2 കാര്യങ്ങൾ മാത്രം. ഞാൻ പാഞ്ഞാൽ പഞ്ചായത്തിലെ നിലവിലെ 2ാം വാർഡിലെ ഒരു വോട്ടറാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വികസനങ്ങളും ഒരുപാട് കാര്യങ്ങളും ഞങ്ങൾ നടത്തി എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ് ഇവിടെ ലഡു വിതരണം ചെയ്ത നിങ്ങളോട്, എൻ്റെ വാർഡിൽ ഒരു കക്കൂസ് പോലും ഇല്ലാത്ത ഒരാൾ എൻ്റെ വാർഡിലുണ്ട്. ഒരു രോഗിയാണ്, സ്വന്തമായി വീടില്ല, അച്ഛനില്ല, അമ്മയില്ല. ആ ആൾക്ക് വേണ്ടി ഒരു വീടും ഒരു കക്കൂസും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നേ പ്രതിഷേധം നടത്തി. അതിന് നിങ്ങൾ കുറേ ആളുകൾ വന്ന് അവിടെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് ആ വികസനത്തെ, ആ പാവപ്പെട്ട ഇന്നും എൻ്റെ വാർഡിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഒരു കക്കൂസ് പോലും ഈ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ആ അദ്ദേഹത്തിന് ഒരു കക്കൂസ് നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ആദ്യം ഞാൻ ചോദിക്കട്ടെ. 2 കാര്യങ്ങളെ ഇതിന് മറുപടി അടിസ്ഥാനമായിട്ട് പറയാനുള്ളൂ. ഒന്ന്, അതിദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ വ്യക്തത അനിവാര്യമാണ്. കാരണം അതിദാരിദ്ര്യ പട്ടികയുടെ സ്ക്രീനിങ് തുടങ്ങുന്നത് 2021-ലാണ്. അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചത് അതത് വാർഡിലെ മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടികൾ, അംഗൻവാടി, ആശാ വർക്കർമാർ, പൊതുപ്രവർത്തകർ, ക്ലബ്ബ് തുടങ്ങിയ കൂട്ടായ്മകളുടെ. ഇപ്പോൾ 2ാം വാർഡിലെടുത്താൽ രാമേന്ദ്രേട്ടനാണ് അതിൽ BJP-യിൽ നിന്ന് പങ്കെടുത്തത്, മല്ലിയേട്ടനാണ് കോൺഗ്രസിൽ നിന്ന് പങ്കെടുത്തത്. ഇവർ തന്ന നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ മിനിറ്റ്സ് ബുക്ക് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആ മിനിറ്റിൽ എഴുതിയ ആളുകളെയാണ് നമ്മൾ അതിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ നോംസ് ഉണ്ട്. അതിനകത്ത് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം അവിടെ വ്യത്യസ്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെയും വന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരാൾ കൂലിപ്പണിക്ക് പോകാൻ ശേഷിയുണ്ടെന്ന് വിചാരിക്കുക. ഒരു 500 രൂപയുടെ കൂലി കിട്ടുന്ന ആളാണെങ്കിൽ നമുക്ക് ഈ പട്ടികകത്ത് ഉൾപ്പെടുത്താൻ ആദ്യഘട്ടത്തിൽ കുറവുണ്ട്. അത് ദാരിദ്ര്യത്തിലാണ് വരിക. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, അതിദാരിദ്ര്യത്തിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയത് പാഞ്ഞാൽ പഞ്ചായത്തിലെ 16 വാർഡിനകത്തും ഈ രീതിയിലാണ് തയ്യാറാക്കപ്പെട്ടത്. അത് മിനിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അതിലേത് രാഷ്ട്രീയ പാർട്ടിയുടെ ആര് പങ്കെടുത്തു എന്നുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് 2021. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ രാധാകൃഷ്ണൻ്റെ കാര്യമാണ് ചോദിച്ചത്. നമ്മൾ ആ ചാനലിലൊക്കെ വന്ന രാധാകൃഷ്ണനല്ലേ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേരിലാണ് അന്ന് ലൈഫിൽ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ലൈഫിൽ അവർക്ക് വീടിൻ്റെ മുഴുവൻ തുകയും നൽകിയ കാര്യം സുഹൃത്തിന് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സഹോദരി അദ്ദേഹത്തിന് കിടപ്പ് രോഗിയായതിനാൽ ഉണ്ടായ ബുദ്ധിമുട്ടെ കൊണ്ടാണ്. അത് അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ച പ്രദേശത്ത് രാജ്കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അവിടെ ഒരു തിരുത്തുണ്ട്. കാരണം അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ അവിടെ ഒരു പ്രതിഷേധം നടത്തി, അദ്ദേഹത്തിൻ്റെ ഈ പ്രയാസങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥലം തൊട്ടടുത്തുണ്ടായിട്ട് പോലും അവിടുത്തെ കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നിങ്ങൾ ആ സംവിധാനം ചെയ്തത്. ഇപ്പോഴും ആ സഹോദരൻ പറയുന്നത് ഈ 1 മാസമോ 2 മാസമോ ആ സഹോദരിയുടെ വീട് പണി കഴിഞ്ഞാൽ ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങണമെന്നാണ് അദ്ദേഹം. ഇതിലെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ, ഇത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൺസെൻറ്റ് ഫോമോട് കൂടിയാണ് നമ്മളിത് ചെയ്യുക. അദ്ദേഹം പറഞ്ഞത് ഞാൻ കിടപ്പ് രോഗിയായ ഒരാളാണ്, പഞ്ചായത്തിലേക്ക് വരാൻ കഴിയില്ല, ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരാളാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം ഇവിടെയാണ്. നമ്മൾ അദ്ദേഹത്തിന് അത് നൽകി കഴിഞ്ഞാൽ ഞാനും സഹോദരിയും വേറെയാണ്, 2 ആൾക്കും വേണം എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ നമ്മൾ നടക്കില്ല. രാധാകൃഷ്ണൻ്റെ മെറിറ്റാണ് അതിദാരിദ്ര്യ പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ട വ്യക്തിയാണ്.
അദ്ദേഹത്തിൻ്റെ മെറിറ്റാണ് ഈ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ഫോമിൽ അദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ അല്ലെങ്കിൽ ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തന്നെ മൊബിലിറ്റി പ്രശ്നം പറഞ്ഞു. അതായത് തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ റേഷൻ കാർഡിലുള്ള എൻ്റെ സംരക്ഷകയ്ക്ക് നൽകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ലഭിക്കുന്നതിന് മുമ്പ് ആ തറപ്പണിയുടെ ഘട്ടത്തിൽ അത്തരം ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉയർത്തി വരുന്നതിനെ നമുക്ക് മനസ്സിലാവാം. തറ പണിതു വീട് പണിതു ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനും സഹോദരിയും രണ്ടാക്കും വേണമെന്ന് പറയുമ്പോൾ ഇതൊരു സർക്കാർ സംവിധാനത്തിൻ്റെ നമുക്കിതിൻ്റെ ഒരു ഓഡിറ്റ് ഇഷ്യൂകൾ അതിന് വരും. അദ്ദേഹത്തിൻ്റെ മെറിറ്റ് അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റിൽ അതിദാരിദ്ര്യ പട്ടികയിൽ ആ വാർഡിലെ ആളുകൾ ഉൾപ്പെടുത്തിയ ആൾക്കാണ് നമ്മൾ നൽകിയത്. അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ നമുക്ക് പരിശോധിക്കാൻ ഇനിയും സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ മെറിറ്റിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി പെരുമാറിയാൽ നിയമപരമായി ഇടപെടാൻ ഈ ഭരണസമിതിയും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ പറയാൻ കഴിയും. കൃത്യമാണ് മറുപടി. NDA പ്രതിനിധിക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. എൻ്റെ പേര് രാമചന്ദ്രൻ. ഞാൻ BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ്. ഞാൻ കുറേ പോയിന്റുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ ചോദ്യങ്ങൾ സ്പെസിഫിക് ആവണം. അതെ, തീരാത്ത അത്രയും പ്രശ്നങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാഞ്ഞാൾ പഞ്ചായത്ത് ഒരു 50 വർഷം പുറകോട്ട് പോയ ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് പാഞ്ഞാൾ പഞ്ചായത്തിൽ കാണാൻ കഴിയുക. റോഡുകളായാലും കുടിവെള്ള പദ്ധതികളായാലും ഏതൊരു മേഖലയിലായാലും ഈ കഴിഞ്ഞ കാലത്ത് UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ച പഞ്ചായത്തിൽ ഒരു 10 വനിതകൾക്കോ തൊഴിലില്ലാത്ത ആളുകൾക്കോ തൊഴിൽ കൊടുക്കാൻ ഈ UDF-ൻ്റെ LDF-ൻ്റെ ഭരണകാലത്തോ സാധിച്ചിട്ടില്ല. പിന്നെ ഉദ്ഘാടനങ്ങൾ മാത്രമായിട്ടാണ് പഞ്ചായത്തിൽ കാണാൻ കഴിയുക. ഉദാഹരണത്തിന് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 2ാം വാർഡിൽ വഴിയിടം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. 10 ലക്ഷത്തിലധികം ചിലവായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു ബാത്റൂം സൗകര്യമാണ്. ഒരാളാണ് അവിടെ ബാത്റൂം പോയെന്നാണ് തൊട്ടപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞത്. 5 രൂപയാണ് വരുമാനം. പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഉള്ള അതായത് ലക്ഷക്കണക്കിന് രൂപ പാഴാക്കി കളയുക, അതൊക്കെ പിടിച്ചെടുത്ത് ഈ വനിതകൾക്ക് അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കാണാൻ സാധിച്ചു. ഈ കിള്ളിമംഗലം നമ്മുടെ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പീരിയോഡിക്കൽ ഈ BP ഷുഗർ ചെക്ക് ചെയ്യുന്ന പരിപാടി ഇന്നലെ നടത്തിയത് ഈയിടെ കിള്ളിമംഗലത്ത് ഓപ്പൺ ചെയ്ത പാർട്ടി ഓഫീസിൽ വെച്ചാണ്. സാധാരണയായിട്ട് വേറെ പല സ്ഥലങ്ങൾ അതിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള അംഗനവാടികൾ മറ്റതുപോലുള്ള സ്ഥലങ്ങൾ നടത്തുന്ന ഈ പരിപാടികളടക്കം ഇന്നലെ പാർട്ടി ഓഫീസിൽ വെച്ച് നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, വിയോജനക്കുറിപ്പ് BJPയുടെ സൈഡിൽ നിന്ന് വിയോജനക്കുറിപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ബജറ്റ് ഇവിടെ ഇത്രയും മോശമായ ഒരു ബജറ്റ് പാഞ്ഞാൾ പഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ട് അത് UDF-ൻ്റെ പ്രതിപക്ഷ നേതാവ് അതിനെ എതിർത്തില്ല എന്നൊരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സർവത്ര പരാജയം, അത്രയേ ഉള്ളൂ. എൻ്റെ പേര് ജെയിംസ് എന്ന്, ഞാൻ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇവിടെ നടന്നിട്ടുള്ള ചർച്ചയിൽ ഇപ്പം BJP പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ളൊരു വിമർശനം ഉയർത്തുന്നതിന് കഴിഞ്ഞിട്ടില്ല അവർക്ക്. അവർ പൊതുവേ കാര്യങ്ങളൊന്നും പറയാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടുള്ള റോഡുകളുടെ തകർച്ചയാണ്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി 2019 ഏറ്റെടുക്കേണ്ടതാണ്. അന്ന് UDF-ആണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത്. അവരാ പദ്ധതി ഏറ്റെടുത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തടസ്സങ്ങളുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇത്രയും ലാഗ് ചെയ്യേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കമ്മീഷൻ പറ്റുന്നതിന് വേണ്ടി രാജ്യത്ത് പൈപ്പുണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമ്പം ഏറ്റവും ആദ്യം പൈപ്പ് വാങ്ങണം എന്നാണ് പറഞ്ഞത്. പർച്ചേസിങ് കമ്മിറ്റിയാണ് പ്രവർത്തനിച്ച് ഏറ്റവും ആദ്യം പൈപ്പ് വാങ്ങണം. അപ്പോൾ ഈ രാജ്യത്താകമാനം ഇപ്പോൾ പൈങ്കുളത്ത് കോടിക്കണക്കിന് രൂപയുടെ പൈപ്പ് അത് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള 5 കമ്പനികളിൽ നിന്ന് മാത്രമേ പൈപ്പ് വാങ്ങാൻ പറ്റുള്ളൂ. ഈ പൈപ്പ് വാങ്ങി അവിടെ ഇട്ടു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം വൈകിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ടെൻഡർ എടുത്തിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് പിന്മാറിയതിൻ്റെ ഭാഗമായിട്ട് ഈ പാർട്ടി ഓഫീസിൽ വെച്ചിട്ടൊരു പരിപാടി നടത്തി എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പാർട്ടി ഓഫീസിൽ പരിപാടി നടത്തിയത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അതുമായിട്ടുള്ള ഞങ്ങൾ അറിഞ്ഞിട്ട് അവിടെ ഒരു പാർട്ടി ഓഫീസ് ഇതാണ്. പല കാര്യങ്ങളും വസ്തുതയ്ക്ക് നിരക്കാത്തതും അല്ലെങ്കിൽ സത്യസന്ധവും അല്ലാത്ത കാര്യങ്ങൾ നുണ പറയും. ഇനി പിന്നെ UDF പ്രതിനിധി അവർ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചിരുന്നു.
ഭരിച്ചപ്പം വളരെ വലിയ ഭരണ മികവാണ് അവരെടുത്ത് കാണിച്ചത്. മരണ മികവല്ല അവർ എടുത്ത് കാണിച്ചത്. അവർക്ക് എത്ര പ്രസിഡൻ്റ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൽ 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രസിഡൻ്റ് ഉണ്ടായി എന്ന് ആ പ്രതിനിധി ഒന്ന് പറയട്ടെ. ഒരു പ്രസിഡൻ്റ് മാറുമ്പോൾ എത്ര മാസം ആ സ്ഥാപനത്തിൻ്റെ ഭരണപ്രതിസന്ധി ഉണ്ടാവുമെന്ന് ആ പ്രതിനിധി ഒന്ന് പറയട്ടെ. ശരിയാണ്, കൃത്യമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്താണ് LDF പ്രതിനിധിക്ക് ഈ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് ഒരു പരിപാടി നടത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് എന്താ LDF പ്രതിനിധി ഇതിനകത്ത് രാമേന്ദ്ര അതിന് മാത്രം സ്പെസിഫിക് ആയിട്ടൊന്ന് പറഞ്ഞ് അടുത്തതിലേക്ക് ഇതിനകത്തുള്ള വിഷയം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഞാനതിനൊരു തമാശ രൂപേണ പറയാം. അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ടെൻഷൻ ആലോചിച്ച് പ്രഷർ കുറഞ്ഞൊന്ന് നോക്കിയതാന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചിരിക്കും. കാരണം എന്താ അറിയോ, നിങ്ങൾ ഈ ഉന്നയിച്ച വാദഗതിയുടെ ഒരു നിജസ്ഥിതി പരിശോധിക്കൂ. ഈ പാർട്ടി ഓഫീസും കിള്ളിമംഗലം ആശുപത്രിയും തമ്മിൽ ഒരു 200 മീറ്ററോ അല്ലെങ്കിൽ 500 മീറ്ററിന് താഴെ വ്യത്യാസമാണുള്ളത്. ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് വയ്ക്കുന്നതിൽ നിങ്ങൾ നോക്കൂ, കിള്ളിമംഗലം ആശുപത്രിയിൽ ഈ BP-യും ഷുഗറും ഒക്കെ നോക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പദ്ധതികൾ, ഇപ്പോൾ ഈ പറഞ്ഞ പാർട്ടി ഓഫീസിൽ നിന്ന് ഇവിടെ നിന്ന് ആ തിരുവിലേക്ക് പോകുന്ന ദൂരം നടന്നാൽ ആശുപത്രിയാണ്, അവിടെ സ്ഥിരമായിട്ടുള്ളൊരു ആശുപത്രിയാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഇതിനെ ഉപയോഗപ്പെടുത്തുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ചിലപ്പോൾ ആ പോകുന്ന ആരോഗ്യ പ്രവർത്തകർ പോകുന്ന ഘട്ടത്തിൽ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഞങ്ങളുടെ ഷുഗറോ പ്രഷറോ പറയാമെന്ന് നമുക്ക് ഇതാക്കാം. ഇനി ഞാൻ പറയുന്നത് ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഒരു സമയത്ത് ഞാനിതാ പറഞ്ഞത് ഇതിൻ്റെ ഒരു വഴിയിടം പദ്ധതി അതിനെ കൂടി ഞാൻ പറയാം. ഇത് നമ്മൾ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കമ്പൽഷൻ വരുന്നത് നമ്മളുടെ ഈ ഭരണസമിതി വരുന്ന ഘട്ടത്തിന് തൊട്ടുമുമ്പേ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ കയറി വരുമ്പോൾ ഈ ടേക്ക് എ ബ്രേക്കിനെ സംബന്ധിച്ച് അന്നത്തെ കളക്ടർ ഷാനവാസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ്, അത് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ വൈസ് പ്രൊജക്റ്റ് തന്നെയാണ്, ശുചിത്വവുമായി ബന്ധപ്പെട്ട് വഴിയാത്രക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ലഡാക്കിലൊക്കെ നമ്മൾ റൈഡ് പോകുമ്പോൾ നിന്ന് കുളിച്ച് വിശ്രമിക്കുക. അപ്പോൾ നമ്മളിത് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പാഞ്ഞാൾ പോലുള്ള ഒരു ഗ്രാമീണ പ്രദേശത്ത് പ്രായോഗികത സംബന്ധിച്ച ആശങ്ക ഞങ്ങൾ അന്നും ഉന്നയിച്ചിട്ടുണ്ട്, ഭരണസമിതി പറഞ്ഞതാണ്. പക്ഷേ പദ്ധതി അംഗീകാരത്തിന് DPC കിട്ടണമെങ്കിൽ ഇത് കമ്പൽഷൻ എന്നുള്ളൊരു ക്ലോസ് വന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പൈങ്കുളത്ത് ആയുർവേദ ആശുപത്രിയുടെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ സ്ഥലം അന്ന് അക്വയർ ചെയ്തിട്ടാണ് നമ്മളവിടെ നിർമ്മിക്കുന്നത്. അന്നേ ഞങ്ങൾ ഇതിനകത്ത് ആശങ്ക നമുക്കുണ്ട്. ഉദടിയായിരുന്നു നമ്മളന്നത് പ്രിഫർ ചെയ്തൊരു സ്ഥലം. കാരണം ഉദുവടി ഒരു ലോങ് ഡിസ്റ്റൻസ് യാത്രയുടെ പ്രദേശം, കൃത്യമല്ലാത്ത സ്ഥലത്താണ് തുടങ്ങിയതാണോ പറയുന്നത്? അല്ല, അതിൻ്റെ പ്രശ്നം ഞാനതാ പറയുന്നത്. അന്ന് ഈ വാഴക്കോട് പ്ലാഴി റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഈ പദ്ധതി നിർവഹിക്കുന്നതിന് വേണ്ടി ഉദടിയിൽ അന്ന് PWD സ്ഥലം അക്വയർ ചെയ്യുന്നതിൽ വിയോജനം അറിയിച്ചു. കാരണം അവരുടെ പ്ലാൻ, അവർക്ക് ആ റോഡിൻ്റെ ഒരു പ്രൊജക്ട് കംപ്ലീഷന് ശേഷമാണ് ഇത് തരാൻ കഴിയുള്ളൂ എന്ന്. ഇത് അടിയന്തരമായി സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നിർമ്മിച്ചത്. അത് ഒരു ഘട്ടത്തിൽ നമ്മളൊരു ഭിന്നശേഷി വ്യക്തിക്ക് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ ആരും എടുക്കാൻ വരാത്ത സാഹചര്യത്തിൽ നമ്മൾ കൊടുത്തു. ടെൻഡർ തുകയൊന്നും വേണ്ട എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു നടത്തിപ്പിനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആ ഒരു പ്രദേശത്ത് വഴിയാത്രക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ അതിനെ മാറ്റുന്നതിന് വേണ്ടി ഈ വർഷം കൂടി നമ്മൾ ഒരു കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടൽ ഉൾപ്പെടെ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പദ്ധതി വെച്ചിട്ടുണ്ട്. ആ വിമർശനത്തെ വളരെ പോസിറ്റീവായി കാണുന്നു. അതിനെ പരിഹരിക്കാൻ ഭരണസമിതി നടപടി എടുക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കുക. അടുത്ത UDF പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയില്ല, പക്ഷേ NDA പ്രതിനിധി അവിടെ പഞ്ചായത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന് പറയാണ്ടായി. അതുപോലെ തന്നെ കാടടച്ച് വെടിവെക്കാതെ കൃത്യമായ എന്തെങ്കിലും ആരോപണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ എന്താണ് കഴിഞ്ഞ വർഷം നടത്തിയ ഭരണസമിതിക്കെതിരെ നടത്തിയ നിങ്ങളുടെ സമരങ്ങൾ എന്തായിരുന്നു, എന്താണ് നടത്തിയതെന്ന് ചോദിക്കുകയാണ്. ആദ്യമായിട്ടേ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ കാര്യമായിട്ട് ഭരണത്തിനെതിരെ ഒന്നും പറയാനില്ല എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് പറഞ്ഞു, മോഹന വാഗ്ദാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, 3 പ്രസിഡന്റ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എത്ര പ്രസിഡന്റ് ഉണ്ടായാലും കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കാൻ UDF ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ കാലഘട്ടത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ LDF-ൻ്റെ ഭരണസമിതിക്ക് എത്ര മേയർമാരുണ്ടായിരുന്നു? ഇതേ പ്രതിനിധിയോടുള്ള ചോദ്യമാണ്. 3 മേയർമാരവിടെ വന്നു. അതുപോലെ തന്നെ ഇവർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രസിഡന്റ് മാറുന്നതല്ല വിഷയം, വികസന പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, കാടടച്ച് വെടിവെക്കുമ്പോൾ അദ്ദേഹം കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ പറഞ്ഞു, ഗ്രാമപഞ്ചായത്തിനെതിരെ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് പോയിന്റുകൾ നമ്മളിവിടെ പറഞ്ഞു. പ്രധാനമായിട്ട് റോഡിന്റെ കാര്യം, വെട്ടിക്കാട്ടിൽ പാഞ്ഞാൽ റോഡ് പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുശ്മശാനത്തിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നും ജനങ്ങൾക്ക് കാര്യമായ സേവനം ലഭിക്കുന്നില്ല. അവിടുത്തെ സ്റ്റാഫുകളുടെ കുറവുണ്ട്. അതുപോലെ തന്നെ അവിടെ വരുന്ന രോഗികളേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ കുളം, തോട്, കിണർ തുടങ്ങിയ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ നടപടികൾ നടക്കുന്നില്ല. നമുക്കറിയാം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെയാണ് കുടിവെള്ളക്ഷാമം വരുന്നത്. ഭാരതപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഭാരതപ്പുഴയിൽ നിന്നും കുടിവെള്ളം എത്തിക്കുന്നുള്ള പദ്ധതി നടപ്പിലാക്കാൻ എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നില്ല? പ്രധാനപ്പെട്ടൊരു കുടിവെള്ള പ്രശ്നം നമുക്കറിയാം. വേനൽക്കാലമായ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്നത് കുടിവെള്ള പ്രശ്നമാണ്.
ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം പറഞ്ഞു. കൃത്യമായി അനർഹരെ കുത്തിക്കയറ്റുന്നതിന് വേണ്ടി ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. കാട്ടാനയും കാട്ടുപന്നിയും ഇറങ്ങിയ സാഹചര്യമുണ്ടായി. ചെറങ്ങോണം പ്രദേശങ്ങളിൽ നമുക്കറിയാം കാട്ടാന ഇറങ്ങി വളരെയധികം ഭീതിയിലാണുള്ളത് ജീവിക്കുന്നത്. അവിടെ നടത്തിയിട്ടുള്ള സോളാർ ഫെൻസിങ്ങും അതുപോലെ തന്നെ അലാറും ഒന്നും കൃത്യനിഷ്ഠമായിട്ടല്ല നടക്കുന്നത്. അവിടെ അലാറം വെച്ചിട്ടും അവിടെ ആന ഇറങ്ങുന്നുണ്ട്. ഈ അലാറം അടിക്കുന്നത് വഴി ആനയ്ക്ക് ഈ അൾട്രാസോണിക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആന തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥാപിച്ചത്. എന്നിട്ടും ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടുത്തെ CPM-ന്റെ ഒരു നിങ്ങൾ നടത്തിയ സമരങ്ങൾ എന്താണെന്നുള്ള ഒരു ചോദ്യമാണ്. CPM-ന്റെ പ്രതിനിധി ഈ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞത് ചിലപ്പോൾ കാട്ടാനയ്ക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടായിരിക്കും കാട്ടാന തിരിച്ചു പോകാത്ത എന്ന തരത്തിലുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് ഞങ്ങളോട് സംസാരിച്ചത്. താങ്കളല്ല സംസാരിച്ചത്. അതുപോലെ തന്നെ യുവാക്കൾക്ക് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കേരളോത്സവം പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കേരളോത്സവമൊക്കെ കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റ് ഈ വിഷയം അത് പറഞ്ഞാണ്. സ്പോർട്സ് കിറ്റും കേരളോത്സവം കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിനെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചോദ്യം കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം മറുപടി നമുക്ക് ഇവിടുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായി എടുത്തു പറയാനുള്ള എന്ത് വികസനമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ ആമുഖത്തിൽ അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് തന്നെയാണ്. അത് ഏത് മേഖലയിലെന്ന് ചോദിച്ചാൽ ആ മേഖലയിൽ നടത്തിയ എല്ലാം എണ്ണി പറയാൻ നമുക്ക് കഴിയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഊന്നിയുള്ള ഒരു ഭരണം തന്നെയാണ് നിങ്ങൾ പറയുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഞാനതാ പറഞ്ഞത്. നമ്മൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ പഞ്ചായത്തിനകത്ത് റിസോഴ്സ് പേഴ്സൺ വ്യവസായ വകുപ്പിൻ്റെ നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഏറെക്കുറെ 2.5 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ ഈ കാലയളവിൽ വ്യവസായ വകുപ്പിൻ്റെ സബ്സിഡിയോടുകൂടി ഇപ്പോൾ നിങ്ങൾ അയ്യപ്പേശൻ സെൻറ്ററിൽ ആ വെളിച്ചെണ്ണ ആട്ടുന്ന ആ ഒരു സംരംഭം ഉൾപ്പെടെ ഇങ്ങനെ നടന്നാൽ ഞാൻ അതിൻ്റെ ഡാറ്റ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ പറയുന്നത് കൊണ്ടാണ്. ഈ 2 വർഷക്കാലവും അതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന BJPയുടെ പ്രതിനിധിയും അദ്ദേഹം സ്വയം തൊഴിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു സേവനത്തിന് വന്നിരുന്നു. അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് വ്യവസായ വകുപ്പാണ്. എനിക്കറിയില്ല, ഇനി ഞാനിത് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാലുണ്ടാവും. ഞാൻ അവരൊക്കെ ഇത് ബന്ധപ്പെട്ട ആളുകൾ വരുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം കൂടി നേരത്തെ ചോദിച്ചു. ഞാനതാ പറഞ്ഞത്. നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ്. നിങ്ങൾ നോക്കൂ, കിള്ളിമംഗലം കോളേജിന് അവരുടെ യൂണിറ്റുകൾ ആരംഭിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ളത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടോ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടോ വരുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പഞ്ചായത്തിൻ്റെ പരിതസ്ഥിതിയിൽ പഴയന്നൂർ പഞ്ചായത്തോ തിരുവില്ലാമല പഞ്ചായത്തോ ചേലക്കരയോ ചെറുതുരുത്തിയോ ആയി തനത് ഫണ്ട്, ഓൺ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഭവം, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അംഗൻവാടികളിലെ കുട്ടികളുടെ ഭക്ഷണം മുടക്കാൻ കഴിയില്ല, തെരുവിളക്കുകളുടെ ബില്ല് അടയ്ക്കാതിരിക്കാൻ കഴിയില്ല, ആശുപത്രിയിൽ മരുന്ന് ഇല്ലാതിരിക്കാൻ കഴിയില്ല, അടിസ്ഥാന പാലിയേറ്റീവ് കാര്യം മുടക്കാൻ കഴിയില്ല. അങ്ങനെ നിശ്ചയിച്ചു വന്നതിൽ നമുക്ക് ലഭിച്ച ഫണ്ടുകൾ ഈ മേഖലയിലേക്ക് ഊന്നിയിട്ടുണ്ട്. അടിസ്ഥാന വികസനം ആണ് അല്ല, ഞാൻ പറഞ്ഞത് തൊഴിൽ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള RPയുടെ സേവനം ഉൾപ്പെടെ പാഞ്ഞാൾ പഞ്ചായത്തിൽ 2 വർഷം ഉണ്ടായിരുന്നു. ഒട്ടനവധി സംരംഭങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ലിസ്റ്റ് വേണമെങ്കിൽ അതിന് നൽകാൻ നമ്മൾ തയ്യാറാണ്. ശ്മശാനത്തിൻ്റെ ഒരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം അത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു, അതും കൂടി പറഞ്ഞു പോവാം. പയങ്കുളത്താണ് ആ പൊതു ശ്മശാനം നിലനിൽക്കുന്നത്. 1/2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പണ്ടാളുകൾ ഉപയോഗിച്ചിരുന്ന നമ്പറം ശ്മശാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്താണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. തെറ്റൊന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല. അന്നത് കളക്ടർക്ക് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി ആ ഭരണസമിതി കൊടുത്തിരുന്നു. അന്ന് അമീർ സാഹിബാണ് അതിൻ്റെ പ്രസിഡന്റ് പഞ്ചായത്തിന് ഉണ്ടായിരുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴും ഞങ്ങൾ ഇതിൻ്റെ തുടർച്ച എന്തുകൊണ്ട് തടസ്സപ്പെട്ടു എന്നുള്ള ആലോചന അദ്ദേഹവുമായി നടത്തി. അന്ന് അദ്ദേഹവും തൃശ്ശൂർ നമ്മൾ കളക്ട്രേറ്റിൽ നിന്നും അത് കമ്മീഷൻ ചെയ്ത് ലഭിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ രേഖ പഞ്ചായത്തിൻ്റെയാണ് ആ സ്ഥലം എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്ത കാരണമാണ് അതിൻ്റെ അംഗീകാരം. നമുക്കൊരു ശ്മശാനം തുടങ്ങാൻ പഞ്ചായത്തിന് തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിൻ്റെ ഒരു അടിസ്ഥാനം. അതിൻ്റെ നമുക്ക് കമ്മീഷൻ ചെയ്ത് അവിടെ നിന്ന് ലഭിക്കാൻ അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ കംപ്ലീഷൻ ഉൾപ്പെടെ കൊടുത്തതാണ്. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ അപര്യാപ്തതയും പൈങ്കുളം പോലുള്ള ഒരു സ്ഥലത്ത് റീസർവേ ഉൾപ്പെടെ നടക്കാത്തതിൻ്റെ സാഹചര്യത്തിലുമാണ് നമുക്കതിനകത്തൊരു തടസ്സം നിലനിൽക്കുന്നത്. ആ ഡാറ്റ വെച്ചാൽ നമുക്കത് ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അത് അവരുടെ കാലത്തും സാധിച്ചിട്ടില്ല. ഒരു 1/2 നൂറ്റാണ്ട് മുമ്പുള്ളതിൻ്റെ രേഖ നമുക്കും ഇല്ല എന്നുള്ളൊരു കുറവ് അത് ഇനിയിപ്പോൾ നമുക്ക് സർവേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിജപ്പെടുത്തി വരുന്ന ഘട്ടത്തിലാണ്. കാരണം ഇത് കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അടുത്ത NDA പ്രതിനിധിയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ജൽജീവൻ മിഷൻ്റെ ഒരു പരാമർശം നമ്മുടെ LDFൻ്റെ ഭാഗത്തുനിന്നൊരു ചോദ്യമുണ്ടായി. ഈ ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാം വീതം വെച്ചിട്ടുള്ള പദ്ധതിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ കേന്ദ്ര സർക്കാർ ഗുണനിലവാരമുള്ള
പൈപ്പ് കമ്പനികൾ എന്നുള്ള രീതിയിലാണ് ഇന്ന സ്ഥാനങ്ങളിൽ മേടിക്കാൻ പാടുള്ളൂ, അല്ല കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പദ്ധതികളിലും കമ്മീഷൻ പറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കണമല്ലോ ആ തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടാത്തതിൻ്റെ ഒരു എന്താ അത് മേടിക്കാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഇപ്പം തന്നെ പറയുകയുണ്ടായി നമ്മുടെ ഈ പൈങ്കുളം പൊതുശ്മശാനം, ഈ പൈങ്കുളം പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ് NDA. കാരണം ഇപ്പം തന്നെ പറഞ്ഞ ഈ ആസൂത്രണത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ്. കാരണം കഴിഞ്ഞ UDF ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് BJPയുടെ 3 ജനപ്രതിനിധികളും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. ഞങ്ങളും ഈ പൊതുശ്മശാനം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും കൊടുത്തിട്ടുള്ള ആളുകളാണ്. പലതരത്തിലുള്ള പല കാര്യങ്ങളിലും പല തലങ്ങളിലും ഫണ്ടുകൾ വെച്ചുകൊണ്ട് അത് കമ്മീഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് പുതിയ ഭരണസമിതി വന്നതും അത് ക്യാൻസൽ അടിച്ചു. ഒരു കാരണം പറയുന്നത് ഇത് പഞ്ചായത്തിൻ്റെ സ്ഥലമാണോ എന്ന് നിജപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് അത് ക്യാൻസലായത് എന്നാണ്. ഇതേ പറയുന്ന ഈ പഞ്ചായത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ നോക്കണം. അവിടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗീകാരത്തോടു കൂടി അവിടെ ഇപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊതുശ്മശാനത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ സ്ഥലം ആണോ എന്ന് കൺഫേം ചെയ്തിട്ടല്ലേ ചെയ്യാൻ പറ്റൂ. അവിടെ മരിച്ചുപോയ പഴയകാലത്തെ ആളുകളെ അടക്കം ചെയ്തിട്ടുള്ള ഒരു പൊതുശ്മശാനമാണ്. അന്ന് പഞ്ചായത്തിൻ്റെ അംഗീകാരമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രദേശത്തുള്ള ആളുകൾ, വിവിധ സ്ഥലങ്ങളിലുണ്ടായിരുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ അവിടെ കൊണ്ട് സംസ്കരിച്ചിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ മരിച്ച ആ ആത്മാക്കൾക്ക് പോലും ശാന്തി കൊടുക്കാത്ത തരത്തിൽ അവിടെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനുള്ളൊരു മറുപടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മറുപടി പറഞ്ഞിട്ട് മതിയെങ്കിൽ അടുത്ത മറുപടി പറഞ്ഞതിന് ശേഷം നമുക്ക് പോകാം. ഇതിൽ അദ്ദേഹം ഉയർത്തിയൊരു ചോദ്യം വീണ്ടും ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും. കാരണം ഒരു ശ്മശാനം കമ്മീഷൻ ചെയ്യാൻ കളക്ടർ ചോദിച്ച രേഖയും ഒരു MCF ആരംഭിക്കാൻ പഞ്ചായത്ത് തന്നെ ഒരു ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയും ഒന്നാണോ എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. രണ്ടും രണ്ടാണ്. ഒരു ശ്മശാനം കമ്മീഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ നോംസ്, അതിൻ്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഭൂമിയുടെ ഒതൻറ്റിസിറ്റി എന്നുള്ളത് ഒന്നാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഒരു റോഡിൽ ഒരു MCF സ്ഥാപിക്കുന്നതിൻ്റെ നിബന്ധനയും രണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അദ്ദേഹം ചോദിച്ചത്. അത് ഇരട്ടത്താപ്പിൻ്റെ പ്രശ്നമല്ല. പഞ്ചായത്തിന് ഏത് അസറ്റിനകത്തും നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം മാത്രമേ ഒരു MCF നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. തൃശ്ശൂർ ജില്ലാ കളക്ടർ അനുമതി വേണ്ട. ശ്മശാനം അങ്ങനെയല്ല. അതുകൊണ്ടാണ് അത് രണ്ടും രണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, PWDയിൽ ഒരു നിർമ്മാണം നടത്താൻ അടിയന്തര സാഹചര്യത്തിൽ ഇപ്പോൾ MCF വെക്കാൻ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന് അധികാരമുണ്ട്. അത് ആ ഉത്തരവിനകത്ത് തന്ന അധികാരമാണ്. അതുകൊണ്ടാണ് PWD റോഡിൽ വെക്കുന്നത്. അതേസമയം ഞാൻ നാളെ PWD റോഡിൽ ഒരു കെട്ടിടം പണിയാൻ പോയാൽ എനിക്ക് ഈ അനുവാദം ഇല്ല. ഇത് രണ്ടും രണ്ടിനാണ്. അപ്പോൾ പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, ആ ശ്മശാനമായി ഉപയോഗിച്ച ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തെ നമ്മൾ MCFന് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഈ മറവ് ചെയ്യുന്ന, ഞാൻ ആ പ്രദേശത്തെ ആളാണ്, അടിസ്ഥാനപരമായിട്ട് ആ ഭൂമിയുടെ ഒരു പിന്തുടർച്ച വന്നു കഴിഞ്ഞാൽ അവകാശപ്പെടുന്ന ആളുകളും ഒരു പരിധിവരെയൊക്കെയുള്ള പ്രദേശമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ആ ഒരു ഭാഗത്തെ നമ്മൾ ഇപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഏത് കാലത്ത് നമുക്ക് ചെയ്യേണ്ടി വന്നാലും, എന്നാൽ മാലിന്യ സംസ്കരണത്തിന് ആളൊഴിഞ്ഞൊരു പ്രദേശം വേണം. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തേ കഴിയൂ. ഇത് വെക്കുന്ന സ്ഥലത്തൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ മാലിന്യത്തെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു പൊതു ഇഷ്യൂ ആണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞോളൂ, ഇത് ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ടതാണെന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ ആണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ആര് പറഞ്ഞതാണെങ്കിലും ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളതിനെ ആ പോസിറ്റിവിറ്റിയിൽ കണ്ടാൽ മതി. അതിനകത്ത് ഈ മാലിന്യങ്ങളൊക്കെ ഈ നാട്ടിൽ അഴിഞ്ഞുകൂടി മറ്റ് ഒരു മാലിന്യമാവാതിരിക്കണം. ഇപ്പം ലാലൂര് നമ്മൾ കണ്ടില്ലേ, ആ മാറ്റത്തെ നമ്മൾ ആ രീതിയിൽ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് ആളൊഴിഞ്ഞൊരു മറ്റൊരു പ്രദേശം, ഇതിന് ഉതകുന്ന പഞ്ചായത്തിൻ്റെ നിങ്ങൾ കാണിച്ചു തന്നാൽ മാറ്റാൻ അന്നും ഭരണസമിതി തയ്യാറാണ്. നിങ്ങൾ കാണിച്ചോളൂ, നമ്മൾ ഇന്നും തയ്യാറാണ്. അടുത്ത പ്രതിനിധികൾക്ക് ചോദിക്കാം. ഒരു തിരുത്തുണ്ട്. ഈ പൊതുശ്മശാനത്തിൽ ഞാനടക്കം അവിടെ മരണപ്പെട്ട, ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കനാല് പുറമ്പോക്കിൽ താമസിച്ചിരുന്ന പോൾസൺ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനൊക്കെ മരിച്ചിട്ട് അവിടെ സംസ്കരിച്ചതിൻ്റെ മുകളിലാണ്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, ആ വീട്ടുകാരെയും കൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം, അവരെ സംസ്കരിച്ച് വെച്ചിട്ട്, അതുപോലെ തന്നെ ആ കൊണ്ടയിലൊക്കെ വീടുകളിലെ കുറേ ആളുകളെ സംസ്കരിച്ചതിന് മുകളിൽ, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള കാരണം കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലം പോയി കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ തന്നെയാണ് മാലിന്യങ്ങൾ കൊണ്ടുപോയി കൂട്ടി സംസ്കരിച്ചതിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്നും അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാദേശികമായ ആളുകൾ അത് മനസ്സിലാക്കും. അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വിവിധ ഘട്ടങ്ങളിൽ ഇതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പിന്നെ DPC അംഗീകാരത്തോടു കൂടി തന്നെയാണ് ഫണ്ട് വെച്ചുകൊണ്ട് ഈ ശ്മശാനത്തിന് പല ഘട്ടങ്ങളിലുള്ള പദ്ധതികൾ പൂർത്തീകരിച്ചത്. അന്നൊന്നുമില്ലാത്തൊരു ഒബ്ജക്ഷൻ ജില്ലാ കളക്ടർ പെട്ടെന്ന് ഇത് കമ്മീഷൻ ചെയ്യേണ്ട സമയത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ശരി, കൃത്യമാണ്. അടുത്ത് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്.
പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കലാ സാംസ്കാരിക രംഗത്ത് തന്നെ മികച്ചൊരു പ്രാധാന്യം കൽപ്പിക്കുന്നു. അതുപോലെ അതിരാത്ര ഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. പല കലാകാരന്മാരും മറ്റുള്ള ആളുകൾക്കും വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന പരാതി ആദ്യം മുതലേ ഞങ്ങളെ പല ആളുകൾക്കും മാധ്യമപ്രവർത്തകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പാഞ്ഞാൾ പഞ്ചായത്ത് പരിധിയിൽ അങ്ങ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പൈങ്കുളം ചാക്യാർ പരമ്പര ഉൾപ്പെടെയാണെങ്കിലും പാഞ്ഞാളിലാണെങ്കിലും വാദ്യകലാകാരന്മാരുൾപ്പെടെ ഒട്ടനവധി ആളുകൾ നിലവിൽ ഉള്ളൊരു പ്രദേശം തന്നെയാണ് നമ്മളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം അല്ലെങ്കിൽ ഇവർക്ക് ഇത്തരം ഇടങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചകളും ആലോചനകളും നമ്മളൊരു ഘട്ടത്തിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്പെസിഫിക്കായി നിങ്ങളൊരു പ്രൊജക്റ്റ് കാണിക്കുമോ എന്ന് ചോദിച്ചാൽ അത്തരം പദ്ധതികളുടെ അപര്യാപ്തതയെ സംബന്ധിച്ച് വിമർശനത്തെ പോസിറ്റീവായി കാണുന്നുണ്ട്. ഒരു തദ്ദേശ സർക്കാർ സാംസ്കാരിക വകുപ്പിൽ നിന്ന് വിഭിന്നമായി ഞങ്ങൾ പ്രവർത്തിക്കേണ്ട മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു സാംസ്കാരിക നിലയിൽ ഇടപെടാൻ അതിനൊരു വകുപ്പും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഉള്ളതിൽ തദ്ദേശ വകുപ്പ് എന്ന നിലയ്ക്ക് എത്തിയ കാര്യങ്ങളിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ഒരു ഓൺ ഡിമാൻഡിങ് പ്രൊജക്റ്റ് അബൌട്ട് പാഞ്ഞാൾ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഭാവിയിൽ അതിനെ കൂടി കാണേണ്ടതാണെന്ന് നമ്മൾ അതിനെ കാണുകയാണ്, അത് ചേർത്തെടുക്കുക. അതേപോലെ തന്നെ ഈ ടൂറിസം പദ്ധതി ഇതിൻ്റെ മുമ്പും അതേമാതിരി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേമാതിരി ഉരുക്ക് തടയണ ആ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് വേണ്ട രീതി പരിഗണന നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു പേപ്പർ കടലാസിൽ മാത്രം ഒതുക്കുന്ന ഒരു ഭരണസമിതിയാണ്. ഇപ്പോൾ തുടർച്ചയായി കഴിഞ്ഞ തവണ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടെങ്കിലും ഈ തവണ LDF ഭരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഭരിക്കാൻ പോകുന്ന പഞ്ചായത്തെങ്കിലും ആ ഇത് ജനങ്ങളിലേക്ക് യാഥാർത്ഥ്യമാവുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അത് അങ്ങ് ചോദിച്ചത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് നമ്മൾ തിരുവില്ലാമലയിൽ നിന്ന് ആരംഭിച്ച് ടൂറിസം കോറിഡോറുകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അതിൽ വാഴാലിക്കാവ് നമ്മുടെ പൈങ്കുളത്തുള്ളതായിരുന്നു അതിൻ്റെ ഒരു നമ്മളെ സെലക്ട് ചെയ്തിരുന്ന ഒരു പ്രദേശം. വാഴാലിക്കാവും അനുബന്ധ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്ക് അദ്ദേഹം അന്ന് പണം വെച്ചിരുന്നു. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലം ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഉള്ളത്. അവരുടെ ഒരു NOC ഇതിന് വേണ്ടി വന്നത് ലഭിക്കാത്തത് കൊണ്ടാണ്. കാരണം നമുക്കവിടെ ഒരു സാഹചര്യത്തിൽ അതൊരു ട്രസ്റ്റിൻ്റെ അമ്പലമാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് നിർമ്മാണ പ്രവർത്തികൾക്കും അതുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് നമുക്ക് തടയണ കാര്യമല്ല അല്ല ഉരുക്ക് തടയണ അവിടെ ഒരു ടൂറിസം ബോട്ടിംഗ് ഉൾപ്പെടെ വാഴാലിക്കാവിനെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് വന്നിരുന്നത്. അത് വാഴാലിക്കാവ് അമ്പലമായിട്ട് ബന്ധമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഉരുക്ക് തടയണയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നത്. ഇത് ക്ലബ് ചെയ്തുകൊണ്ടുള്ള പ്രൊജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. തിരുവല്ലാമലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുള്ള ഒരു ടൂറിസം ഒരു പിൽഗ്രിം കോഡ് ഇതുപോലെയുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതാണെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ നമ്മളല്ല അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൃത്യമാണ്. അപ്പോൾ അടുത്ത പാഞ്ഞാൾ പഞ്ചായത്തിൽ മൂന്നാം സ്ഥാനം ജില്ലാടിസ്ഥാനത്തിൽ കിട്ടിയെന്ന് പറയുന്നു. എത്ര ലൈഫ് വീടുകൾ പൂർത്തീകരിച്ചു? 2, പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളാണ് ഈ ഭരണസമിതിക്കെതിരെ ഏത് സമരമാണ് എടുത്തു കാണിച്ച് സമരം ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ സാധിക്കുമോ? അതുപോലെ മണലാടി വെട്ടിക്കാട്ട് റോഡ് മാത്രമാണ് പരാമർശിക്കുന്നത്. പാഞ്ഞാൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്ത് 3 വർഷമോ അല്ലെങ്കിൽ അധികമോ റോഡുകൾ എന്ത് ചെയ്ത് നശിച്ച് സഞ്ചാര യോഗ്യമല്ലാതെയാണ് കിടക്കുന്നത്. ഇതിന് എന്ത് നടപടികളാണ് ഭരണസമിതി എടുത്തത്? ഈ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിലേ നമുക്ക് ലൈഫിൻ്റെ പദ്ധതിയിൽ ഇതിന് മുൻപുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു അവർക്കാണ് ട്രോഫി കിട്ടിയതെന്ന്. അദ്ദേഹം ചോദിച്ച ലൈഫുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് 169 ആളുകൾക്കാണ്. നേരത്തെ ഒരു സുഹൃത്ത് ഒരു രേഖ പറഞ്ഞു, അതിൻ്റെ ഒതൻറ്റിസിറ്റി എനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച ഫണ്ട് കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ട് മുഴുവൻ പണവും നമുക്ക് 5 വർഷത്തിൽ അതിൽ വീടും സ്ഥലവും വാങ്ങാനുള്ള ആളുകളും ആ ലിസ്റ്റിനകത്തുണ്ട്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ UDF ഭരണസമിതി പോകുന്ന കാലത്ത് ഭൂരഹിത ഭവനരഹിതരെന്ന് പറഞ്ഞ ഒരു 82 ആളെ 2017 ലിസ്റ്റ് കൂടി ഞങ്ങളെ ഏൽപ്പിച്ച് പോയിരുന്നു. ആ ആദ്യ ലൈഫിലെ ലിസ്റ്റ് അതിലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കട്ടെ, അന്ന് നടക്കാത്തത്. അപ്പോൾ അത് ഉൾപ്പെടെ നമ്മൾ പൈസ മുഴുവൻ കൊടുത്ത കണക്കാണ് ഞാനിത് പറഞ്ഞത്. ഒരു ഗഡുവെങ്കിലും ലഭിച്ച ആളുകളുടെ എണ്ണം പകുതിയിലധികമോ ഒരു ഗഡുവിൽ ലഭിച്ചത് നമ്മൾ 300-ലധികമുണ്ട്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു കരാറ് വെച്ച കണക്ക് 120 ആൾ ഇനിയും ബാക്കിയുണ്ട് ഹഡ്കോ വായ്പ വെച്ച്. നമ്മളതിനെ 350 എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു ഗഡുവെങ്കിലും പണം ലഭിച്ച ആളുകളുടെയാണ്. ഞാനിത് ഒരു കമ്മട്ട കണക്ക് പറയുന്നതല്ല. നിങ്ങൾക്കിത് പഞ്ചായത്തിൽ ഞാനതാ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു ഡാറ്റ പറയുമ്പോൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വിയോജനക്കുറിപ്പ് എഴുതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഏത് യോഗത്തിൽ ഏത് വിയോജനക്കുറിപ്പ് അത് സെക്രട്ടറി വിയോജനക്കുറിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ചിലപ്പോൾ എണീറ്റ് നിന്ന് യോഗത്തിൽ പറയുന്നതും വിയോജനക്കുറിപ്പും തമ്മിലുള്ള വ്യത്യാസം രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് പറയണം. അത് എല്ലാ മീറ്റിങ്ങും ഇപ്പോൾ ഓൺലൈനാണ്.
നിങ്ങൾക്ക് കയറി എടുക്കാമല്ലോ. ഓൺലൈൻ അജണ്ട അല്ലാത്ത ഒരു അജണ്ട പോലും നിങ്ങൾക്ക് ഒരു യോഗത്തിൽ എടുക്കാൻ കഴിയില്ല. റോഡിന്റെ ശോചനീയ റോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുന്ന ഒരു ഭരണസമിതിയായിരുന്നു. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഏറ്റെടുത്ത ചെറുതുരുത്തി നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യഘട്ടത്തിൽ അവർ ഏറ്റെടുത്തപ്പോൾ ഫണ്ടുകൾ സുലഭമായിരുന്ന കാലത്ത് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഞങ്ങളൊരു കമ്പൽഷൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു പദ്ധതി വരുന്ന സമയത്ത് ജനങ്ങൾക്ക് വെള്ളം ലഭിക്കണമെന്നൊരു ആവശ്യം, ഞങ്ങളുടെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഇതിനെ വെള്ളം കൊടുക്കുക, ഇതിൻ്റെ പ്ലാന്റ്, ഇതിൻ്റെ അപ്പോൾ അതിനകത്തൊരു നോംസ് പറഞ്ഞിരുന്നത് 5 വർഷത്തിനപ്പുറം സ്വാശ്രയ കുടിവെള്ള പദ്ധതികളൊക്കെ ഞാനതാ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തൊരു സാഹചര്യത്തിൽ ജലജീവൻ മിഷൻ്റെ ഭാഗമായി തകർന്ന റോഡുകളുടെ റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പഞ്ചായത്തിൻ്റെ ആകെ ആസ്തി എത്രയാണോ റോഡിൻ്റെ, അതിൻ്റെ അനുപാതകമായിട്ടാണ് നമുക്ക് റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ലഭിക്കുക. ആ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 10 കോടി രൂപയുടെ റോഡ് എനിക്കുണ്ടെങ്കിൽ, പാഞ്ഞാൾ പഞ്ചായത്തിലുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് എനിക്ക് വാർഷികം കിട്ടുക. നമ്മുടെ ശരാശരി അത് 1,25,00,000 1,50,00,000 വരാറുണ്ട്. നിങ്ങൾ 16 വാർഡും തമ്മിൽ ഹരിച്ചോളൂ. 10 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം രൂപയാണ് നമുക്കൊരു റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് അലോക്കേഷൻ നമുക്കുള്ളത്. റോഡ് മോശമായിട്ടാണ് അല്ല നമ്മൾ ജലജീവന്റെ ഭാഗമായി മോശമായതല്ലാതെ നമ്മുടെ റോഡുകളെ ഒരു 99% നമ്മൾ നേരെയാക്കിയ ഘട്ടത്തിലാണ് നമ്മളിത് ഏറ്റെടുത്തത്. പിന്നീട് നമ്മളിപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, ഇതിൽ രാഷ്ട്രീയ പക്ഷഭേദം എന്ന് പറഞ്ഞു. ഇപ്പോൾ പാഞ്ഞാൾ ദളപതി റോഡ് മോശാവസ്ഥയാണ്. 25 ലക്ഷം രൂപ BJPയുടെ മെമ്പർ അവിടെ ഉള്ളത്, UR പ്രദീപ് MLA ആണ് നൽകിയത്. നമ്മൾ ഇതിനകത്ത് ഇത് ജനങ്ങളുടെയാണ്, നികുതിപ്പണം ജനങ്ങളുടെയാണ്. നമ്മൾ ഈ ജലജീവനുമായി ബന്ധപ്പെട്ട റോഡുകളുടെ 101 റോഡുകൾ ഇപ്പോൾ ടെൻഡർ കഴിഞ്ഞിട്ട് നമ്മൾ ടാറിങ്, 1-ാം വാർഡിലെ ജലജീവൻ റോഡുകൾ പൂർത്തീകരിച്ചു. 2-ാം വാർഡിലെ ബുധനാഴ്ച നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോകണം. എല്ലാ വർക്കും നമ്മൾ GSP ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ടാറിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാലാവസ്ഥ പ്രതികൂലമായിട്ടാണ്. ബുധനാഴ്ച പ്ലാന്റ് സ്റ്റാർട്ടാവുന്നുള്ളതാണ്. ഇത്രയും ആശങ്ക റോഡിൽ കാണിച്ച ആളുകൾ ഇനി പ്ലാന്റുമായിട്ട് വരുന്ന സമയത്ത് തടസ്സപ്പെടുത്താതെ വിശാല ഹൃദയത്തോടുകൂടി കാണും എന്നുള്ളതാണ് ഞാനതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്. UDF പ്രതിനിധിക്ക് ഇവിടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്ത് സമരമാണ് ഇതിനെതിരെ നടത്തിയത് എന്നുള്ളൊരു ചോദ്യത്തിന് എന്താണ് മറുപടി? UDFൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. UDFൻ്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം, അതുപോലെ തന്നെ അതിന് മുന്നേ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ എൻ്റെ ഓർമ്മയിൽ ഫെബ്രുവരി മാർച്ച് സമയത്തും ഏപ്രിൽ സമയത്ത് അനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. റോഡിനെതിരെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. വിഷ്വൽസൊക്കെ നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു UDFൻ്റെ ഭരണസമിതിയുടെ കാലത്ത് എല്ലാ റോഡും ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കടടച്ച് പറഞ്ഞു. UDFൻ്റെ ഭരണസമിതിയുടെ കാലത്ത് വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡ് കൃത്യമായി പഞ്ചായത്ത് ഏറ്റെടുത്ത് ടാർ ചെയ്തതാണ്. വലിയ രീതിയിലുള്ള മോശമായിട്ട് നടന്നിരുന്ന റോഡായിരുന്നു. അതുപോലെ തന്നെ തൊഴുപ്പാടം ഭാഗത്ത് നമുക്കറിയാം, തൊഴുപ്പാടം പൈങ്കുളം റോഡിനെതിരെ സമരം ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കം പല കേസുകൾ വിട്ടിട്ടുണ്ട് LDFൻ്റെ ഭരണസമിതിയുള്ള സമയത്ത്. അതിനുശേഷം UDFൻ്റെ ഭരണസമിതി വന്നിട്ടാണ് ആ റോഡ് കൃത്യമായി ടാർ ചെയ്ത് അവിടെ മനോഹരമായിട്ടുള്ളൊരു പാത ഒരുക്കിയത് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പഞ്ചായത്തിനെതിരെ കൃത്യമായി സമരം ചെയ്യാൻ UDFും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ എല്ലാ യൂത്ത് ലീഗ് സംവിധാനങ്ങളും എല്ലാവരും പോഷക സംഘടനകളും ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അനാസ്ഥകൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. അത് വ്യക്തമാക്കിയിട്ട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വാർഡുകളിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFൻ്റെ ഇവിടെ ഭരണകക്ഷിയിൽപ്പെട്ട ആൾ പറഞ്ഞു നിങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് കൃത്യമായിട്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എന്താണ് സമരം നടത്തിയതെന്ന് ഇവിടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും വിയോജനക്കുറിപ്പുണ്ടായതിൽ കൃത്യമായിട്ടല്ല എന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാവുന്നതാണ്. പിന്നെ സമരപരിപാടികളുടെ കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. 1-ാം വാർഡിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു പൂച്ചിങ്ങൽ ഭാഗത്ത്, അതായത് വള്ളത്തുളനാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും മധ്യയിലുള്ള കനാലിന് കുറുകെയുള്ളൊരു പാലം, പൂച്ചിങ്ങൽ പാലം MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലക്സ് വയ്ക്കും സോഷ്യൽ മീഡിയ കൂട്ടൊക്കെ വലിയ പ്രചരണം നടത്തിയൊരു സംഭവം ഉണ്ടായി. അത് ഇതുവരെ നടക്കാത്തതിനെതിരെ എന്ത് സമരം നടത്തി അതിനെതിരെ, അപ്പോൾ ആ പദ്ധതി കൊണ്ടുവരാത്തതിനെതിരെ എന്തുകൊണ്ട് ഇപ്പോഴും കൊണ്ടുവരുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ച് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1-ാം വാർഡിൽ തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്ന് അവിടെ BJPയുടെ പ്രതിനിധിയായിരുന്ന അശോകൻ വെച്ചിരുന്ന പല പദ്ധതികളും അതിൻ്റെ തുടർച്ചയായി വന്ന ഇപ്പോൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് കൂടിയായിരുന്ന ആ മെമ്പർ ക്യാൻസൽ ചെയ്ത പരിപാടി, അതായത് റൈറ്റ് ഡിവിഷൻ അടക്കം അന്ന് കവർ ചെയ്ത ഒരു സമരപരിപാടിയാണ്. അവിടെ മേനാത്തുപടി, വായനശാല മേനാത്തുപടി റോഡ് എന്ന് പറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡിൽ 2 കാലും ഒടിഞ്ഞു കിടക്കുന്ന ഒരു അമ്മയാണുള്ളത്. അവർ കരഞ്ഞു പറയുകയാണ്. അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും കൂടിയാണ്. അതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ആ
വഴി ഏറ്റവും അവസാനം അന്ന് എത്തിച്ചേരുന്ന ആ ഭാഗത്ത് കിഡ്നി മാറ്റിവെച്ച് ചികിത്സയിലിരുന്ന ഒരാളായിരുന്നു. ആ ഒരു വഴി എനിക്കെതിരെ കൂടി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എനിക്കവിടെ സത്യത്തിൽ സ്ഥലം പോലുമില്ല. അത് സോഷ്യൽ മീഡിയയിൽ അന്ന് ഇവിടെ LDF പ്രതിനിധികളടക്കം അന്ന് പ്രചരിപ്പിച്ചൊരു കാര്യം അവിടെ സ്ഥലമുണ്ടായിരുന്നു കൊണ്ട് ആ റോഡ് ക്യാൻസൽ ചെയ്തു എന്നാണ്. അത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല, അതാണ് ക്യാൻസൽ ചെയ്ത്. അതുപോലെ തന്നെ 2-ാം വാർഡിലെ ഉന്നത്തൂർ അമ്പലത്തിന് സമീപത്തായിട്ട് ഈ കനാലിൻ്റെ അപ്പുറം ഇപ്പുറം യോജിപ്പിച്ചുകൊണ്ട് പൈങ്കുളം സെൻറ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് വെച്ചിരുന്നൊരു പാലം ക്യാൻസൽ അടിച്ചു, അതും ക്യാൻസലായി. അതിനിപ്പോൾ സാങ്കേതികമായ കാരണം പറയും. പക്ഷേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സാങ്കേതികമായ കാരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിയമപരമായ എന്തെങ്കിലും നടപടികൾ നിയമപരമായി പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നിയമപരമായ ഒരുപാട് പരാതികളും പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രേഖകളും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. എവിടെ വേണമെങ്കിലും അതൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാവുന്ന കാര്യം കൂടിയാണ്. സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സമീപകാലത്ത് വെട്ടിക്കാട്ടിരി മണലാടി റോഡ് അത് വളരെ തകർന്നു കിടക്കുന്നതിനെതിരെ സമരപരിപാടി BJP അവിടെ സായാഹ്ന സമരപരിപാടി നടത്തിയിട്ടുണ്ട്. ഒരുപാട് സമരപരിപാടികൾ BJP സമരരംഗത്തുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം കിട്ടി. ഇനി ചോദിക്കാം. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ പാരിസ്ഥിതിക പ്രശ്നം കണക്കാക്കിയിട്ട് ഒരുവിധം എല്ലാ കോറികളും അടച്ചുപൂട്ടപ്പെട്ടു. പക്ഷേ പാഞ്ഞാൾ പഞ്ചായത്തിലെ പണ്ട് സദേൺ റോക്ക് എന്ന് പറയുന്നു, ഇപ്പോൾ സഹാറ ഗ്രൂപ്പ് എടുത്ത ഒരു കോറി മാത്രം കിലോമീറ്ററുകളോളം താഴേക്ക് കുഴിച്ച്, അതിൻ്റെ വീഡിയോസ് ചെയ്ത് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും. കിലോമീറ്ററുകളോളം കുഴിച്ച് ദിനം പ്രതി 100 കണക്കിന് ടോറസ് ലോറികൾ പോകുന്നു. ഇത് ചീക്രം, കുളമ്പുമുക്ക്, പയങ്കുളം ഭാഗങ്ങളിലെ 500ഓളം വീടുകളെ ബാധിക്കുന്നത്. അടുത്തൊരു ചൂരൽമലയായി പ്രതിപാദം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലം. അടുത്തൊരു വിഷയമുണ്ടായി, ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം ഈ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരാതെ ഇവരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇതിനു വേണ്ട ഒരു നടപടി ആരും എടുക്കുന്നില്ല. എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല? എന്തുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു? മറുപടി പറയാം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, കോറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിൻ്റെ അനുമതികൾ. നിലവിലിപ്പോൾ ഗ്രീൻ ചാനൽ സിസ്റ്റം കൂടി വന്നതോടുകൂടി അതിൻ്റെ അനുമതി എടുക്കുന്നതിൽ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്നൊരു വിഷയത്തിലും ഒരു അനുമതി ക്രമവിരുദ്ധമായി പാഞ്ഞാൾ പഞ്ചായത്ത് നൽകിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കോടതിയിൽ പോയി അനുമതിയെ പുതുക്കി വാങ്ങലാണ് ഇപ്പോഴത്തെ കോറികളുടെ ഒരു സിസ്റ്റം. അങ്ങനെ കിള്ളിമംഗലത്ത് പുതിയ കോറി വരുന്നതിനെതിരെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയിൽ വക്കീലിനെ വെച്ച് ഞങ്ങൾ വാദിച്ച് ആ കോറി വേണ്ട എന്ന തീരുമാനമെടുത്ത ഭരണസമിതിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ആ വിധി ഉണ്ടായത്. ഞങ്ങൾ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെതിരെ ഒരു ലോക്കൽ ഗവർണിംഗ് ബോഡിക്ക് പൂർണ്ണാധികാരമുള്ള ഒരു സംവിധാനത്തിൽ നാളെ മുതൽ സദേൺ റോക്ക് നിർത്തണമെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അവർ ജിയോളജി ഉൾപ്പെടെയുള്ള മുഴുവൻ ഇപ്പോൾ കോറികളുടെ അനുമതി കേന്ദ്ര പാരിസ്ഥിതിക നിയമത്തിന് അനുസൃതമായി വരുന്നതിനെ നമുക്ക് തടയാൻ ഒരു ജനങ്ങൾ ഒരു പ്രതിഷേധവുമായി വന്നാൽ, ഒരു പരാതി വന്നാൽ ജനങ്ങളോടൊപ്പം 100% ഈ ഭരണസമിതിയും എൻ്റെ പ്രസ്ഥാനവും നിൽക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങനെ നിന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഈ റോഡുകളുടെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം ഇതുപോലുള്ള ലോറികളുടെ മരണപ്പാച്ചിലാണ്. അതാണ് ഏറ്റവും വലിയ കാരണം. ഒരു 5 വർഷം കൊണ്ട് റോഡ് തകരുന്നുണ്ടെങ്കിൽ അവിടെ പോകുന്ന ടോറസ് ലോറികളുടെയും JCBകളുടെയും പ്രശ്നമാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞ ഈ വിഷയം നമ്മളുടെ റോഡുകളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ 25 വർഷം പിറകിലെ സ്ട്രാറ്റജി തന്നെയാണ്. അന്ന് ടോറസ് ഇല്ല, അന്ന് ബസ്സില്ല, ഇതൊക്കെ നമുക്കും അറിയുന്ന കാര്യമാണ്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനതാ പറഞ്ഞത്, നമ്മളൊരു റോഡ് ഗതാഗതം നമ്മൾ ഒരു വലിയ വണ്ടിക്ക് നിരോധിക്കത്തക്ക രീതിയിലുള്ള ഞാനതാ പറഞ്ഞ ഒരു സംരംഭം നടക്കുന്ന ഘട്ടത്തിൽ പരാതി ജനങ്ങളുമായി വന്നാൽ നമുക്ക് ഇത് റോഡ് നിർമ്മാണത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇനി റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കെല്ലാം വീടുണ്ട്, നമുക്കെല്ലാം വീട് നിർമ്മാണം ആവശ്യമുണ്ട്. നമ്മൾ വീട് വാങ്ങുന്ന കാലത്ത് നമ്മൾ തറ കല്ലുകൊണ്ട് തന്നെയാണ് പണി, ആരും മണ്ണുകൊണ്ട് പണിയില്ല. നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പാരിസ്ഥിതികവാദികളായി മാറും. നിങ്ങൾ ആലോചിക്കുക, എൻ്റെ വീട്ടിലേക്ക് മണൽ കെട്ടാൻ വേണ്ട സമയത്ത് ഞാനാരും മഡ് ഹൗസിൽ താമസിക്കാം, അതിൽ മുള മേഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കില്ല. നമ്മൾ ചെയ്യുന്ന അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു കൺസ്ട്രക്ഷൻ മേഖലയെ തടസ്സപ്പെടുത്തി. അപ്പം എന്ത് പറയും? ഇത് വികസന വിരോധ സർക്കാർ ഭരണ സംവിധാനമാണെന്ന് പറയും. ഇത് നമുക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിൽ അപാകത, ജനകീയമായി കിട്ടിയ ഒരു പരാതിയോട് മുഖം തിരിഞ്ഞൊരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മളതിന് മറുപടി പറയാം. എനിക്ക് UDF പ്രതിനിധിയോടാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നല്ല ചർച്ചയുള്ള റോഡിൻ്റെ കിടക്കുന്നത് UDF ഭരിക്കുന്ന പാറപ്പുറം വളരെ ദയനീയമായൊരവസ്ഥയാണ്. പാറപ്പുറം നമ്മുടെ അറഫ സ്കൂളൊക്കെ പോകുന്ന റോഡ് എന്തുകൊണ്ടാണ് ആ റോഡ് ഉപയോഗപ്രദമാക്കാത്തത്? തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചോദ്യം LDFൻ്റെ ഭരണകക്ഷിയോടാണ്. ഭരണകക്ഷിയോടുള്ള ചോദ്യം എന്താണെങ്കിൽ,
ഭരണകക്ഷി ശ്രദ്ധിക്കണമെന്നറിയില്ല. ഭരണകക്ഷിയോടുള്ള ചോദ്യം, ഞങ്ങൾ ഈ പാഞ്ഞാൽ വഴി വരുമ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, സ്കൂൾ കുട്ടികളൊക്കെ പേടിച്ച് ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. തെരുവ് നായ്ക്കൾ വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് കിള്ളിമംഗലത്ത് നിന്ന് പാഞ്ഞാൽ റോട്ടിലേക്ക് കയറുമ്പോൾ പല സമയങ്ങളിലും കാണാനിടയായിട്ടുണ്ട്. ഒത്തിരി നായ്ക്കൂട്ടങ്ങളാണ് കുട്ടികളെ നേരെ ഓടിയെടുക്കുന്നത്. അവർക്കൊരു സംരക്ഷണം നൽകാൻ എന്ത് നടപടിയാണ് പഞ്ചായത്ത് എടുത്തിട്ടുള്ളത്? NDAയുടെ പ്രതിയോട് ചോദ്യമുണ്ട്. ഈ ആറ്റൂർ ചാത്തൻകുളങ്ങര കോളനി എന്നൊരു കോളനിയുണ്ട്. അവിടെ പ്രതിനിധി BJPയുടെ മെമ്പറാണ്. അവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകളാണ് കോളനിയിൽ വീട് കൊടുത്തിട്ട് താമസിക്കുന്നത്. വളരെ കാലങ്ങളായിട്ട് അവർക്ക് കുടിവെള്ളമില്ല, വളരെ ദുരിതത്തിലാണ്. കഴിഞ്ഞ 5 വർഷം കിട്ടിയിട്ട് BJPയുടെ മെമ്പർ ഉണ്ടായിട്ട് ദേശീയ ഫണ്ടോ മറ്റോ എന്തെങ്കിലും കൂടുന്ന് അവരുടെ കുടിവെള്ള പദ്ധതിക്ക് പരിഹാരം കാണാനായിട്ടുണ്ടോ എന്താണ് എന്നുള്ളത് അങ്ങയുടെ അഭിപ്രായം കേൾക്കായിരുന്നു. ആദ്യം നമുക്ക് UDF പ്രതിനിധിയിലേക്ക് പോവാം, പിന്നെ NDA, പിന്നെ LDF പ്രതിനിധിയിലേക്ക് വരാം. പാറപ്പുറം റോഡിൻ്റെ കാര്യം, ഇപ്പോൾ നിലവിലെ 12ാം വാർഡിലാണ് പാറപ്പുറം വരുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സ്വന്തം മെമ്പർമാരുടെ വാർഡുകളിൽ കൂടുതൽ പ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അറിയാം, നമുക്ക് പൈങ്കുളം ഭാഗത്ത് തന്നെ 2ാം വാർഡും അതുപോലെ തന്നെ മറ്റു വാർഡുകളിലെ വികസനങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് വാർഡുകളിലാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന്. കൃത്യമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വന്തം ഭരണസമിതിയിലെ അംഗങ്ങളുടെ വാർഡുകൾ കൂടുതൽ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 12ാം വാർഡിൽ വരുന്ന കോൺഗ്രസിൻ്റെ ജനപ്രതിനിധി വരുന്ന വാർഡിൽ ആ റോഡിന് വേണ്ടി അവർ കുറേ കാലമായി പറയുന്നു. അതിന് വേണ്ടിയിട്ടുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് കോൺഗ്രസിൻ്റെ വാർഡാണ്. ആ പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് അനവധി തവണ ഈ ആവശ്യം ഉന്നയിച്ചിട്ടും അതിൽ ഇതുണ്ടാക്കാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ LDFൻ്റെ പ്രതിനിധി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ UDFൻ്റെ മെമ്പർമാരും ഡിസ്ക്രിമിനേഷൻ നോട്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ അത് ജസ്റ്റ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളത് അതിനെക്കുറിച്ച് സംസാരിച്ചു. കൃത്യമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് മുസ്തഫ മെമ്പർ പല വിഷയങ്ങളിലും ഡിസിഗ്നേഷൻ ലോട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതുകൂടി ഈ ഇതിൽ പറയുകയാണ്. നമ്മളങ്ങനെ അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പറയരുതല്ലോ വെച്ചിട്ടാണ് കഴിഞ്ഞ ഇതിൽ പറയായിരുന്നു. കുറഞ്ഞ വാക്കിൽ ആ ഒരു വാർഡിലത്തെ ഒരു പ്രശ്നം പറഞ്ഞില്ലേ, കുടിവെള്ളം. ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു സ്വഭാവം, ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ തന്നെ അതിൻ്റെ പൊതു സങ്കല്പത്തെ തന്നെ മാറ്റുന്ന തരത്തിലായിരുന്നു. അതായത് സമഭാവനയോടെ എല്ലാ വാർഡുകളിലേക്കും എല്ലാ ജനങ്ങളിലേക്കും എല്ലാവരെയും ഒരുപോലെ കണ്ട് ഫണ്ടുകൾ കൊടുക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല. 13ാം വാർഡിൽ നമുക്ക് വളരെ തുച്ഛമായ രീതിയിൽ മറ്റ് വാർഡുകളിലേക്കും ഇപ്പോൾ UDF ആരൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മെമ്പർമാർ, ഭരണസമിതിയിലുള്ള മെമ്പർമാർക്ക് എന്തെങ്കിലും അവർക്ക് വളരെ വലിയ രീതിയിൽ കൊടുക്കുമ്പോൾ ഒരു എല്ലിങ്കഷം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കുറച്ച് കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവർ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അതിന് പ്രയോജനമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യം, ഈ മാധ്യമപ്രവർത്തകൻ തന്നെ ചോദിച്ചു, ദേശീയ തലത്തിൽ എന്തെങ്കിലും ഫണ്ട് കൊണ്ടുവന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡുകളിലോ എന്തെങ്കിലും തരത്തിൽ നേരിട്ട് വന്ന് നടത്തിയ പദ്ധതികളുണ്ടോ എന്ന്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയ തലത്തിലോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫണ്ടുകൾ നേരിട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യം ഉന്നയിക്കണം. ഗ്രാമപഞ്ചായത്ത് ആ തരത്തിൽ വലിയ രീതിയിലുള്ള മുകൾത്തട്ട് നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആ തരത്തിലൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും MPയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ തരത്തിലുള്ള മുകൾത്തട്ടിലുള്ള ആളുകളെ ഇവിടെ പ്രത്യേകം എടുത്ത് നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രത്യേകം എടുത്ത് നോക്കേണ്ട കാര്യം, ബ്ലോക്ക്, ജില്ല, ഗ്രാമപഞ്ചായത്ത് എല്ലാം LDF ഭരിച്ചു. അവിടെ ആ തരത്തിൽ വികസനങ്ങൾ നടത്താൻ അവർക്ക് ആ തരത്തിൽ മുകൾത്തട്ടിൽ നിന്ന് ഫണ്ടുകൾ വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് സംവിധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ജൽജീവൻ മിഷന്റെ കാര്യം കൂടി, കുടിവെള്ള പദ്ധതി അടുത്ത റൗണ്ടിൽ നമുക്ക് പറയാം. അടുത്ത റൗണ്ടിൽ സമയം തരാം. ഞാൻ എൻ്റെ പേര് മുസ്തഫ, ഞാൻ 8ാം വാർഡ് വോട്ടറാണ്, ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എനിക്ക് LDFൻ്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, 8ാം വാർഡിൽ തന്നെ ഏകദേശം 45 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് ഫണ്ട് ലാപ്സാക്കിക്കൊണ്ട് ഒരു കുളം അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ടും ജനങ്ങൾക്കത് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ റോഡിന്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞുണ്ട് പൊതുവായിട്ട്, അല്ലാതെ വേറെ എന്തെങ്കിലും കുളത്തിൻ്റെ. അപ്പം ഈ സംഖ്യ ചിലവാക്കിക്കൊണ്ട് ഇതുവരെയായിട്ടും ഹെൽത്തിൻ്റെ NOC കിട്ടിയിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നത്. ഇതറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഖ്യ ലാപ്സാക്കി കളഞ്ഞത്? ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയും കുറേ സ്കീമുകളില്ലേ, എന്തുകൊണ്ടാണ് അത് ലാപ്സാക്കി കളഞ്ഞെന്ന് പറയണം. ഈ സെക്കൻഡ് ടൈമിൽ എനിക്ക്
ഈ പത്രപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും അതുപോലെ UDFൻ്റെ പ്രതിനിധിയോട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ കോറി വിഷയത്തെക്കുറിച്ച് അവരുടെ ചോദ്യത്തിനുള്ള മറുപടി ആദ്യം പറയാം. അത് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് ഓൾറെഡി മറുപടി പറഞ്ഞു. അതില്ല, പറഞ്ഞു കഴിഞ്ഞു. ആ കോറിക്കെതിരെ ഇൻ്റരീം ഇടക്കാല സ്റ്റേ കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അതുപോലെ ഒരു സ്റ്റേ കൊടുക്കാൻ ഇവിടുത്തെ UDFൻ്റെ കക്ഷികൾക്കോ LDFൻ്റെ കക്ഷികൾക്കോ സാധിച്ചിട്ടില്ല. ഇൻ്റരീം സ്റ്റേ 3 പോയിന്റുകൾ: അസമയത്ത് വാഹനങ്ങൾ ഓടരുത്, ഓവർലോഡ് പോകരുത്, മണ്ണ് നീക്കം ചെയ്യണം. ഈ 3 പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻ്റരീം സ്റ്റേ ഫയൽ ചെയ്ത വ്യക്തിയാണ് ഞാൻ. അത് അവരോട് പറയാനുള്ള കാര്യമാണ്. പിന്നെ ഈ UDFൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, ഈ പൈങ്കുളം തൊഴിൽപ്പാടം റോഡ് പൊട്ടി തകർന്നു കിടക്കുമ്പോൾ അന്ന് വ്യക്തിപരമായി ആ റോഡ് നേരെയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് ഞാനാണ്. അതിൽ 1-ാം പ്രതിയും ഞാനാണ്. 5 പ്രതികളെ ആ കേസിലുണ്ടായിരുന്നുള്ളൂ. അതിൽ 1-ാം പ്രതി ഞാനാണ്. അതിൽ എത്ര UDFൻ്റെ പ്രതികളുണ്ട് എന്നുള്ളത് കൂടെ ഇവിടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അടുത്ത LDF പ്രതിനിധിയിലേക്ക് പോവാം. അതിനുശേഷം ഒരു റൗണ്ട് കൂടി വരാം. ആദ്യം എൻ്റെ അറ്റത്തെ സുഹൃത്ത് BJPയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിലേക്കും വരാം. എനിക്കൊരു കാര്യം പറയാനുള്ള, ഞാനൊരു മെമ്പറാണ്. ഞാൻ എൻ്റെ വാർഡിൽ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4.5 വർഷത്തിൽ പൂർത്തീകരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ മെമ്പർ കാലാവധി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മറ്റേ ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. BJPക്ക് 5 വർഷം കിട്ടിയ 2 വാർഡിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പൂച്ചെങ്കിൽ പാലം ഞങ്ങൾ സ്വപ്നം കണ്ടു, ഉന്നത്തൂരം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് കാലത്ത് നിൽക്കുന്നുവോ ആ കാലത്ത് അത് ചെയ്യുക സമയബന്ധിതം. ഞാനിത് ഡ്രീം ചെയ്തു എന്ന് പറഞ്ഞാൽ ആക്ഷൻ പ്ലാനിൽ വെച്ച് പോയാൽ പദ്ധതിയാവില്ല. ഒന്നാമത്തെ കാര്യം അത്. അദ്ദേഹം ഒരു വഴിയെ സംബന്ധിച്ചു തർക്കം പറഞ്ഞു. വഴിയിൽ പഞ്ചായത്ത് എതിരല്ല, പഞ്ചായത്താണ് ഫണ്ട് വെച്ചത്, ഈ ഭരണസമിതിയാണ് അത് തുടർന്നു പോകാൻ തീരുമാനിച്ചത്. അത് കോടതിയിൽ കേസ് നിൽക്കുന്നത് കാരണമാണ് നടക്കാത്തത്. അതിൻ്റെ വിശദവശങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടുള്ളതാണെന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചാണ്. പിന്നെ ഇദ്ദേഹം ചോദിച്ചൊരു കുളത്തിൻ്റെ കാര്യം. ആദ്യം ആ പ്രതിനിധി പറഞ്ഞു ജലസ്രോതസ്സുകളെ നവീകരിക്കാൻ ഈ പഞ്ചായത്ത് ഒന്നും ചെയ്തില്ല എന്ന്. അപ്പം ഞാൻ ചേരക്കുളം 55 ലക്ഷത്തിനും നിങ്ങളുടെ കുളം 45 ലക്ഷം ഒന്നും പറയാതെ ഇരുന്നതാ. കണ്ണടച്ചിരുട്ടാക്കിയാൽ നമുക്ക് എണീപ്പിക്കാൻ കഴിയില്ലല്ലോ. അങ്ങ് പറഞ്ഞു കുളം എന്തുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തില്ല. കുളം നമ്മൾ നിർമ്മിച്ച് അതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്ത ഘട്ടത്തിനകത്താണ് ഈക്കോളി ഉൾപ്പെടെയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊരു കോമൺ ഇത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് വെള്ളത്തിനകത്ത് സെപ്റ്റിക് മാലിന്യം നിരവധിയായി കാണുന്നുണ്ട്. ആളുകൾക്ക് തുറന്നു കൊടുക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നമുക്ക് നോട്ടീസ് തന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് പരിഹരിക്കാൻ കഴിയുന്ന ഇപ്പോൾ ഈ വിവാദങ്ങൾ ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നായയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. നായ ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും BJP ഭരിച്ചാലും വലിയ പ്രശ്നം തന്നെയാണ്. മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ള നായസ്നേഹികൾ മനുഷ്യനെ മറന്നതിൻ്റെ ആകത്തുകയായും വാക്സിൻ കമ്പനികളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നിൽക്കുന്നതിൻ്റെ ഭാഗമാണ്. പാഞ്ഞാൾ പഞ്ചായത്ത് വിഭിന്നല്ല. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ നായ ഷെൽട്ടർ ഹോം പണിയണമെന്നാണ് നോംസ്. കഴിയില്ല. കാരണം ഒരു നായ്ക്ക് ഒരു മാസം 1500 ഇൻറ്റു ഒരു 1000 നായ, നമ്മൾ മനുഷ്യൻ്റെ കാര്യത്തിന് പോലും പണം തയ്ക്കാത്തൊരു സാഹചര്യം. ഞങ്ങളിപ്പോൾ ചെയ്തത്, ഞങ്ങൾ തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യാന്നുള്ള പണി ഞങ്ങൾക്ക് ചെയ്യാം. 1.5 ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന നായ്ക്കളെ നിങ്ങളൊരു ഇൻഡു മാർക്ക് നോക്കിയാൽ കാണാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഈ വഴിയിലുള്ളതിനെ നമ്മൾ തൽക്കാലം, ഇതൊരു റെമഡി അല്ല, തൽക്കാലം നമ്മൾ ഇതിനൊരു ഇനീഷ്യേഷൻ എടുക്കാനാണ് നമുക്ക് കഴിയുള്ളൂ. അടുത്ത് UDF പ്രതിനിധിയോടാണ് ഒരു ആരോപണം താങ്കൾ ഉന്നയിച്ചു, ഒരു റോഡ് ഫണ്ടൊരു കേസിനെ പറ്റിയിട്ട്. അതിന് NDA പ്രതിനിധി ഒരു കൗണ്ടർ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താ? അദ്ദേഹം കേസിലുണ്ടായിരിക്കാം. ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള അസി അടക്കമുള്ള ആളുകൾക്ക് കേസുകൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവിടെ പ്രദേശവാസിയായിട്ടുള്ള അദ്ദേഹത്തിന് അതെ, അതിനുള്ള മറുപടി പറയാം. ആ പ്രദേശവാസി കൂടിയാണ് ഞാൻ. ആ റോഡുമായി ബന്ധപ്പെട്ട് 5 ആളുകളാണ് ഇന്ന് കേസ് നിലനിൽക്കുന്നത്. അത് UDF പ്രതിനിധിയുണ്ട്, LDFൻ്റെ ഉണ്ട്, BJP ഉണ്ട്. സംയുക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 പേർക്കാണ് ഇന്നും ആ കേസ് നിലവിൽ നിൽക്കുന്നത്. ഇദ്ദേഹം ആ കേസിൽ പ്രതിയാണോ എന്ന് ഇവിടെ നിന്നാണ് ഞാൻ അറിയുന്നത്. ഞാനും കൂടെ ആ ജനകീയ സമരത്തിൽ കൺവീനറായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ഒരു മിനിറ്റ്, 2 ചോദ്യങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ. അധികം സമയമില്ല. LDF പ്രതിയായിട്ട് ഒരു ചെറിയൊരു ചോദ്യം. കാരണം വാഴാലിപ്പാടം ഉരുക്ക് തടയണം, അത് ജനങ്ങളുടെ 5 കിലോമീറ്റർ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു സ്രോതസ് കൂടിയാണ് അതിന് 5.5 കോടിക്കാണ് തടയണ വന്നത്. അത് പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഗവൺമെൻറ് 12.5 കോടി രൂപ അനുവദിച്ചു. ആ 12.5 കോടിക്ക് വീണ്ടും ഇപ്പോൾ അവിടെ പണിതതെല്ലാം വീണ്ടും വെള്ളത്തിൽ വന്നിട്ട് അതെല്ലാം പൂർണ്ണമായി നശിച്ചുപോയി. ഇതിന് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും അവിടെ വന്നിട്ട് അതിനെ ഒന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ഇങ്ങനെ നാശനഷ്ടമായി പോയോ എന്ന് ഈ പഞ്ചായത്ത് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഇനി ഒരു കാര്യങ്ങളുടെ, ഈ 5 വർഷമായിട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഏറ്റവും ഒരു വാഴാലിപ്പാടത്തെ ആകെ പഞ്ചായത്തിനുള്ള ഒരു ഗ്രൗണ്ട് ഉള്ളത് വാഴാലിപ്പാടത്താണ്. അവിടുത്തെ യുവാക്കൾക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള യുവാക്കൾക്കോ ഈ
5 വർഷം ഭരിച്ച ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ യുവജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? UDF ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ വർഷവും രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ ക്ലബ്ബുകൾക്കും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സ്പോർട്സ് കിറ്റുകളും UDF കൊടുത്തിരുന്നു. നിങ്ങൾ ആ യുവജനങ്ങളെ നിങ്ങൾ മറന്നുപോയോ? അത് എന്താണ് അതിനുള്ള കാരണം? മാത്രം ഒന്ന് മറുപടി പറയാം. ഈ സ്പോർട്സ് കിറ്റിൻ്റെ ആരോപണം മുന്നേ ഉണ്ടായിരുന്നു, അതിന് മാത്രം ഒന്ന് പറയൂ. തടയണയിലേക്ക് വരാം. ഈ സ്പോർട്സ് കിറ്റിന്റെ കാര്യം, സ്പോർട്സ് കിറ്റ് ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയുള്ളതാണ്. കൊടുത്തോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു. ഞങ്ങളുടെ ഭരണസമിതി വന്ന ആദ്യത്തെ 2 കൊല്ലം ഞങ്ങൾക്ക് പ്രയോറിറ്റി കോവിഡ് സെൻ്ററുകളും കോവിഡ് പ്രവർത്തനങ്ങളും തന്നെയായിരുന്നു. ലഭിക്കാവുന്ന എല്ലാ ഫണ്ടും നിങ്ങൾ നോക്കൂ. ജ്യോതിയിൽ നമ്മൾ കോവിഡ് സെൻ്റർ ഉണ്ടായി, നമ്മൾ വാർഡ് തലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായി, നമ്മൾ പൂൾ ചെയ്യുന്നത് ഇതിലേക്ക് തന്നെയാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇതിനകത്ത് വന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, തനത് വിഭവങ്ങളുമായി ബന്ധപ്പെട്ട പരിമിതി കൊണ്ട് ഈ വർഷം നമ്മുടെ വാർഷിക പദ്ധതിയിൽ അതുണ്ട്. തടയണയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പാഞ്ഞാൾ പഞ്ചായത്തിലൂടെ ഒരു ട്രെയിൻ ഓടുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ട്രെയിൻ മറഞ്ഞാൽ പഞ്ചായത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇത് തടയണയുടെ നിർമ്മാണത്തിൽ പാഞ്ഞാൾ പഞ്ചായത്തിന് നിർവഹണത്തിലോ നടത്തിപ്പിലോ യാതൊരുവിധ പങ്കുമില്ല കേട്ടോ. അത് ആ മൈനർ ഇറിഗേഷൻ അല്ലെങ്കിൽ ആ ഇറിഗേഷൻ ആരാണോ ചെയ്യുന്നത് അവരുടെ പ്രൊജക്റ്റ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. പഞ്ചായത്ത് നിലയ്ക്ക് നൽകേണ്ട ഒരു സഹായത്തിനും അത് അദ്ദേഹം സന്ദർശിച്ചോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മുസ്തഫ ഉൾപ്പെടെയുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അതിൻ്റെ ഏതെല്ലാം ഘട്ടത്തിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പ്രളയത്തിൽ ഒരു തടയണ തകർന്നതിന് പാഞ്ഞാൾ പഞ്ചായത്തിലെ ഈ പാവം ഞങ്ങളോട് ചോദിച്ചാൽ പ്രളയം നമ്മളെയാകെ നശിപ്പിച്ചു, അന്ന് തരേണ്ട കേന്ദ്ര ഫണ്ടുകൾ വെട്ടിക്കുറച്ചതുകൊണ്ടാണ് പല പദ്ധതികളും നമുക്ക് നടപ്പാൻ കഴിയാത്തത് എന്ന യാഥാർത്ഥ്യം നമ്മൾ സമയം കഴിഞ്ഞു, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു സെഷനായിട്ട് ഇനി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ മുന്നണികളും എന്താണ് നിങ്ങൾ അടുത്ത 5 വർഷം ചെയ്യാൻ പോകുന്നതിനെ പറ്റി വളരെ ചെറിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ പദ്ധതികൾ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ, പുതിയ പദ്ധതികൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ആശയം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് കുറഞ്ഞ വാക്കിൽ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തന്നെയാണ് അടുത്ത ഭരണസമിതിയുടെയും പ്രാമുഖ്യം. ആരോഗ്യ മേഖലയിൽ എടുത്താൽ പാലിയേറ്റീവ് രംഗത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് ഒരു ഡോക്ടറെ നിയമിച്ചുകൊണ്ട് ഹോം കെയർ എങ്ങനെ നവീകരിക്കാം, സ്നേഹസ്പർശം എന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെ അതിലേക്ക് പൂൾ ചെയ്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ ആ വിമർശനം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെ നമ്മൾ അതിനകത്ത് കൊണ്ടുവരും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തെ ശക്തിപ്പെടുത്തും. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച ഇത്തരം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റു മേഖലകൾക്കകത്തൊക്കെയുള്ള സാധ്യതകളെ യൂത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇത്തരം വൈഫൈ, ഇത്തരം ഒരു പോയിന്റുകളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. കളിയിടങ്ങളുടെ പര്യാപ്തത, ഞങ്ങൾ ഇന്നലെ സംസാരിച്ചാണ് ഈ വിഷയം. ഇത് നമ്മളുടെയും മനസ്സിലുള്ളത് തന്നെയാണ്. അപര്യാപ്തത, കളിയിടങ്ങൾ എങ്ങനെ നമുക്ക് കൂട്ടാമെന്നതിനെ സംബന്ധിച്ച് യൂത്തിൻ്റെ വിഷയങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും. വിദ്യാഭ്യാസ മേഖലയിൽ ഇനി നവീകരിക്കേണ്ട വിഷയങ്ങളെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരും. പാഞ്ഞാളിനെ സംബന്ധിച്ച് നേരത്തെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. പാഞ്ഞാളിൻ്റെ ഒരു സാധ്യത കിടക്കുന്നത് അതിൻ്റെ ഭാരതപ്പുഴയും അതിൻ്റെ പൗരാണികതയിലും തന്നെയാണ്. ആ ടൂറിസ്റ്റ് ഡെസിഗ്നേഷനെ ആയിട്ട് ഇതിനെ മാറ്റുന്നത് കലാമണ്ഡലവുമായി ക്ലബ് ചെയ്ത് എങ്ങനെ ഏകോപിപ്പിക്കാമെന്ന പദ്ധതികളൊക്കെ ഈ ഭരണസമിതി മനസ്സിലുണ്ട്. നമുക്ക് UDF പ്രതിനിധിയിലേക്ക് പോകാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. UDFിൻ്റെ ഭരണസമിതി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾ തന്നെയായിരിക്കും അടുത്ത തവണ ഭരണത്തിലെത്തിയാൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് കേവലം വാക്കുകളിലായിരിക്കില്ല, കൃത്യമായിട്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഊന്നൽ നൽകുന്നത് പാതകൾക്കും അതുപോലെ കുടിവെള്ളത്തിനുമാണ്. കുടിവെള്ളം എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്തായാലും അടുത്ത UDF ഭരണസമിതി ഭാഗത്തുണ്ടാവും. പിന്നെ പ്രധാനമായിട്ടുള്ളത് LDFിൻ്റെ കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ മുന്നേ വെച്ച വാഗ്ദാനം എന്ന് പറയുന്നത് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് കളിയിടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് തീർത്തും പരാജയമായിട്ട് അവർക്കൊന്നും അത് ചെയ്യാൻ സാധിച്ചില്ല. UDFിൻ്റെ ഭരണസമിതി അധികാരത്തിലെത്തിയ വില്ലേജുകൾ കേന്ദ്രീകരിച്ച് അത്യാധുനിക രീതിയിലുള്ള ടർഫുകൾ കൊണ്ടുവരാനുള്ള സംവിധാനം ഓരോ വില്ലേജിലും ടർഫ് ഉണ്ടാക്കുന്ന, അതാണ് ഞങ്ങൾ പറയുന്ന പ്രകടനപത്രം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കളിസ്ഥലങ്ങളും അതുപോലെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്പോർട്സ് ക്ലബ്ബുകൾക്കുള്ള അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ പ്രധാനമായിട്ടും റോഡുകൾ, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഊന്നൽ നൽകും. പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ പാഞ്ഞാൾ ഭാഗത്തുള്ളത്. അവർക്ക് വേണ്ടി ഏത് രീതിയിലാണ് അവരെ മെച്ചപ്പെടുത്തുന്നത്, അവരെ ഒന്ന് പരിഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കും. അതുപോലെ തന്നെ വാഴാലിക്കാവ് അടക്കമുള്ള നമുക്കറിയാം ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വന്ന് ഒരുപാട് എത്തുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് പാഞ്ഞാൾ. അത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ടൂറിസത്തിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് UDFിൻ്റെ ഭരണസമിതി വരികയാണ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് UDF വന്നാൽ ഉണ്ടാവും. NDA പ്രതിനിധിക്ക് എന്താണ് പറയുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയണം, സമയം. NDA അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ വളരെ സമഭാവനയോടുകൂടി എല്ലാ വിധത്തിലുള്ള ആളുകളെയും ഒരേപോലെ പരിഗണിച്ച് ആരോടും പക്ഷപാതമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അടിസ്ഥാന വികസനങ്ങളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും തന്നെയാണ് NDA മുന്നോട്ട് വെക്കുന്നത്. ആ സമയത്ത് ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ നോക്കിക്കൊണ്ട് ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് കോടതി കേസാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെ തന്നെ ആദ്യം തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ സമഗ്ര കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ ശുചിത്വ മിഷൻ, തൊഴിലുറപ്പ് മേഖല. നമ്മൾ വിട്ടുപോയൊരു കാര്യം, കാർഷിക മേഖലയെ പറ്റി ആരും പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിൽ പറയാനുള്ളത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ വളരെ 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 എന്ത് പറയുക, ജനങ്ങളെ അത്രയധികം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, സമീപകാലത്ത് ശബരിമല അടക്കമുള്ള പല സ്ഥലങ്ങളിലെയും സ്വർണ്ണക്കൊള്ള ആ വക വിഷയങ്ങളിലും എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, ഈ പെൻഷനൊക്കെ നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ എതിർത്ത് നിൽക്കുന്ന ആ ആളുകൾക്ക് ഒരു കൈത്താങ്ങായി നിന്നുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് കുടിവെള്ളം, അതുപോലെ തന്നെ യുവാക്കൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കളിയിടങ്ങൾ, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാവുന്ന തരത്തിലുള്ള പദ്ധതികൾ. കാർഷിക മേഖലയിൽ നിങ്ങൾ എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? കാർഷിക മേഖലയിൽ അതുപോലെ ദേശീയ, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ തലത്തിലുള്ള ആ തരത്തിലുള്ള വലിയ എന്തെങ്കിലും നമ്മുടെ എല്ലാ ജനങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള വ്യവസായങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി മുകൾ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ വികസനങ്ങൾ താഴെ നമ്മുടെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ NDAയുടെ പ്രധാന. കാർഷിക മേഖലയിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഒരു ചെറിയ വാക്കിൽ പറയും. കാർഷിക മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെങ്ങ് കൃഷിക്കാർ അതുപോലെ തന്നെ നെല്ല് കൃഷിക്കാരൊക്കെ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പിന്തുണയില്ല. ഇത്തരത്തിൽ നമ്മുടെ കർഷകർക്ക് താങ്ങായി നിൽക്കുന്ന തരത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് UDFൻ്റെ ഭരണസമിതി വന്നാൽ തീരുമാനങ്ങളുണ്ടാവും. ചെറിയ വാക്ക്, 2 വാക്ക് എടുത്തോളൂ. ഇത്രയേ ഉള്ളൂ. നിലവിൽ നബാർഡിൻ്റെ സ്പ്രിംഗ് ഷെഡ് നമ്മുടെ ജില്ലയിൽ ആരംഭിച്ചത് തൊഴുപ്പാടത്താണെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. 90 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്, കൃഷിക്കാരെയാണ്. സോളാർ ഫെൻസിങ് 15 ലക്ഷം രൂപ ഞാൻ പറഞ്ഞു, താങ്കൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഉഴവുകൂലി ഉൾപ്പെടെ മുൻപ് നിന്നതൊക്കെ നമ്മൾ കാർഷിക മേഖലയിൽ അധികരിച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാനിതാണ്. ഒറ്റ തമാശ കൂടി, മൂക്കിനിടിക്കില്ലെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്താനുള്ളത്. എത്താത്തവർക്ക് എന്തും പറയാം, എത്ര ആളുകൾക്ക് അത് നടക്കണതേ പറയാൻ പറ്റും. ഞങ്ങൾക്ക് 3 ടർഫൊന്നും ഈ കനാലിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് നാളെ ചോദിക്കില്ലേ. എത്തുന്ന കാര്യങ്ങളെയാണ് എത്താൻ കഴിയുന്ന ആളുകൾക്ക് പറയുള്ളൂ. അമ്പളിമാമനിലേക്ക് വഞ്ചിയിടാന്ന് മൂക്കിനിടിക്കരുത് ഞാൻ ആദ്യം പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞതാണ്. അതിനങ്ങനെ കണ്ടാൽ മതി. എത്തുന്ന കാര്യം വില്ലേജ് തലത്തിൽ കളിയിടം പറഞ്ഞിരുന്നു, അത് വന്നിട്ടില്ല. വളരെ കൃത്യമായ രീതിയിൽ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി, വളരെ സ്പെസിഫിക്കായി, വളരെ ഗംഭീരമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന രീതിയിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ ഇതിൽ പങ്കെടുത്തു. വളരെ സന്തോഷം. അടുത്ത ദിവസം നമ്മൾ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.